നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. മുദ്രയുടെയും ഫോട്ടോയുടെയും ഒക്കെ പേരിൽ കേന്ദ്ര പദ്ധതികൾ വേണ്ടെന്ന് പറഞ്ഞാൽ നഷ്ടമാകുന്നത് ഒരു സർക്കാരിനല്ല, പാവപ്പെട്ട മനുഷ്യന്റെ വീടും കുട്ടിയുടെ വിദ്യാഭ്യാസവും കേരളത്തിന്റെ വികസനവുമാണ്. അത് മുസ്ലിം ലീഗിന് പോലും ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. 10 വർഷം മോദി വിരുദ്ധതയിലും സംഘപരിവാർ വിരുദ്ധതയിലും ആരാണ് വലിയ പോരാളിയെന്ന് തെളിയിക്കാനുള്ള മത്സരമായിരുന്നു UDFന്റെയും രാഷ്ട്രീയം. എന്നാൽ അധികാരത്തിലെത്തിയപ്പോൾ പ്രായോഗിക രാഷ്ട്രീയം അവരെ യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരു കാലത്ത് പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ ലോഗോയും പേരും ചൂണ്ടിക്കാട്ടി എതിർത്തവർ ഇന്ന് അതേ പദ്ധതി നടപ്പാക്കാൻ തയ്യാറാകുന്നു. PM ശ്രീ പദ്ധതിക്കെതിരായ എതിർപ്പും അലിഞ്ഞു പോകുന്നു. കവലകളിൽ സംഘപരിവാറുമായി സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ചിരുന്ന KM ഷാജി പോലും മന്ത്രിയായപ്പോൾ കേന്ദ്ര പദ്ധതികളോടുള്ള സമീപനം മാറ്റുന്നു. അതേസമയം ഭരണത്തിലിരുന്നപ്പോൾ PMAYയും PM ശ്രീയും സ്വീകരിച്ച LDF പ്രതിപക്ഷത്തെത്തിയപ്പോൾ അതേ പദ്ധതികളെ തള്ളിപ്പറയുന്നു. അപ്പോൾ ചോദ്യം ഇതാണ്: നിലപാട് മാറുന്നത് ജനങ്ങളുടെ താല്പര്യം കൊണ്ടോ അതോ അധികാരത്തിന്റെ ഇരിപ്പിടം മാറിയതുകൊണ്ടോ? മോദി വിരുദ്ധതയിൽ നിന്ന് ലീഗും മോദി ഭക്തരായോ? പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന പദ്ധതിയിലും പഴയ നിലപാട് UDF തിരുത്തിയിരിക്കുകയാണ്. മന്ത്രി KM ഷാജിയുടെ വാക്കുകൾ ഇതായിരുന്നു കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചത്. PMAY പദ്ധതിയിലെ മുദ്ര വെച്ചതുകൊണ്ട് ഒരു കുഴപ്പവും ഇല്ല എന്ന നിലപാടിലേക്ക് മുസ്ലിം ലീഗും എത്തിയിരിക്കുകയാണ്. നേരത്തെ LDF ഒരു നിലപാടെടുത്തിരുന്നു. അന്ന് PMAY പദ്ധതിയെ സ്വീകരിച്ചിരുന്നു സംസ്ഥാന സർക്കാർ. അതനുസരിച്ച് വീടുകളും പണിതിരുന്നു കേരളത്തിൽ. പക്ഷേ കേന്ദ്ര മുദ്ര വയ്ക്കുവാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ആദ്യം പറയുകയും കേന്ദ്ര മുദ്ര വയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിന് കത്തയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വീടുകളിൽ കേന്ദ്ര മുദ്ര പതിക്കുകയും ചെയ്തിരുന്നു. അന്നത്തെ നിലപാട് കേന്ദ്ര പദ്ധതി സ്വീകരിക്കണം എന്ന് തന്നെയായിരുന്നു. പക്ഷേ എതിർപ്പ് എന്താണെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന UDFന്റെ നിലപാട് കേന്ദ്ര പദ്ധതികളിൽ ഇങ്ങനെ കേന്ദ്ര മുദ്ര അടിച്ചേൽപ്പിക്കുന്നത് ശരിയല്ല എന്നത് തന്നെയായിരുന്നു. അതിലൊരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ അധികാരത്തിലെത്തിയപ്പോൾ ആ നിലപാട് UDFും മാറ്റിയിരിക്കുകയാണ്. അത് PMAY പദ്ധതിയിൽ മാത്രമല്ല, നേരത്തെ തന്നെ PM ശ്രീ പദ്ധതിയിലും നിലപാടിൽ വെള്ളം ചേർക്കുകയായിരുന്നു. UDF ചെയ്തത് PM ശ്രീ പദ്ധതിയെ അനുകൂലിക്കുകയായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷത്തിരുന്നപ്പോൾ തള്ളിപ്പറഞ്ഞു? സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ വികസനത്തിന് എന്തിന് എതിര് നിന്നു എന്ന കാര്യം ഇപ്പോൾ ചോദ്യമായിട്ട് വരുന്നുണ്ട്. PMAY പദ്ധതിയിൽ സംസ്ഥാനത്ത് പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്ന കേന്ദ്ര പദ്ധതിയെ എന്തിന് മുദ്രയുടെ പേരിൽ എതിർത്തു എന്നുള്ള വിമർശനവും UDFന് നേരെ സ്വാഭാവികമായിട്ടും വരും. പക്ഷേ മന്ത്രി KM ഷാജി വ്യക്തമായിട്ട് പറഞ്ഞത് ഈ കാര്യങ്ങളാണ്. അത് ഒന്ന് കേട്ടു നോക്കാം. ഞാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നല്ല നോക്കി ചെക്ക് ചെയ്തു. അതിനകത്ത് അങ്ങനെ ഒരാളുടെ ഫോട്ടോ വെച്ച് ആരുടെയും അഭിമാനം കളയേണ്ടെന്നാണ്. അങ്ങനെ കളയേണ്ട കാര്യമില്ല, സത്യമാണ്. അദ്ദേഹം പറയുന്നത് കറക്റ്റാണ്. പക്ഷേ ഫോട്ടോ ഇല്ല. EMS ഭവന പദ്ധതി എങ്ങനെ പിന്നെ കൊടുക്കുന്നത്? ഇതിനകത്ത് എന്താണ് പ്രധാനമന്ത്രി എന്നാണ്, മുഖ്യമന്ത്രി എന്നാണ്, അതൊക്കെ ഡെസിഗ്നേഷൻ മാത്രമാണ്. അതേപോലെ ഒരാളുടെ പേര് കൂടെ കൂട്ടുക. അപ്പോൾ അതല്ലേ അപമാനം? ഞാൻ അതിനെ എതിർക്കാൻ പോകല്ല കേട്ടോ. ഞാൻ EMS ഭവന പദ്ധതി എതിർക്കല്ല. പക്ഷേ EMS ഭവന പദ്ധതി വിഭാവന ചെയ്തവർ എങ്ങനെയാണ് PMAY എതിർക്കുന്നത്? പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നൊരു പദ്ധതി എങ്ങനെ എതിർക്കുന്നത്? അതിൽ ഞാൻ നിങ്ങൾ പ്രൂവ് ചെയ്യൂ. അതിനകത്ത് നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉണ്ട്. ഇന്ത്യയിൽ വെച്ച ഏതെങ്കിലും ഒരു PMAY അല്ല, കേരളത്തിൽ 1 ലക്ഷത്തി, ഞാൻ പറയാം, കേരളത്തിൽ വീണ്ടും പറയാം, 1,60,000 വീടുകൾ കൊടുത്തല്ലോ മുഖ്യമന്ത്രി. ആ കൊടുത്തത് വീട്ടിനകത്ത് നിങ്ങൾ ഈ ഫോട്ടോ കാണിച്ചു തന്നാൽ ഞാൻ പറയാം, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറയാം. ഒരു സ്ഥലത്തുമില്ല. സംസ്ഥാന വിഹിതം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ് അതാണ് വസ്തുത. അതിനുവേണ്ടി ഒരു ആദർശമൊക്കെ ചമച്ച് പതുക്കെ ഊരിയതാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നപ്പോൾ പതുക്കെ ഊരിയതാണ്. അത്രയേ ഉള്ളൂ. ഇതാണ് മന്ത്രി KM ഷാജിയുടെ നിലപാട്. ഇപ്പോൾ ശ്രീ CK ഷാക്കിർ, ശ്രീ ആനന്ദ് കൊച്ചുകുടി, ശ്രീ ഷാബു പ്രസാദ് എന്നിവർ ചേരുകയാണ്. ശ്രീ ഷാബു പ്രസാദ്, മന്ത്രി പറഞ്ഞ് ശരിയാണ്. അവിടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുന്നതിന് സമ്മതിക്കുകയില്ല. പക്ഷേ ലോഗോ അതിന് കുഴപ്പമില്ല. അത് ഈ PMAY പദ്ധതിക്ക് ഒരു ലോഗോയുണ്ട്. ആ ലോഗോ ഈ വീടുകളിൽ വെക്കുന്നതിന് കുഴപ്പമില്ല എന്നാണ്. പക്ഷേ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ PMAY പദ്ധതിയിൽ ലോഗോ മാത്രമേ വയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ളൂ കേന്ദ്ര സർക്കാർ. അല്ലാതെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ വയ്ക്കണമെന്ന് ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല. മാത്രമല്ല സംസ്ഥാന സർക്കാർ, പഴയ സർക്കാർ LDF സർക്കാർ നേരത്തെ കേന്ദ്രത്തിന് കത്തയച്ചതിലും ഈ മുദ്ര വയ്ക്കുന്നത്, മുദ്ര വീടുകൾക്ക് മുന്നിൽ പതിപ്പിക്കുന്നത് അതൊരു
ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണ്. കാരണം ഈ വീട് കിട്ടുന്ന ആളുകളുടെ അവരുടെ ഒരു ആത്മാഭിമാനമുണ്ടല്ലോ, അതിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണ് ഇങ്ങനെ കേന്ദ്ര മുദ്ര വീടിന് മുന്നിൽ പതിപ്പിക്കുന്നത്, ആ ലോഗോ പതിപ്പിക്കുന്നത്, PMAY പദ്ധതിയുടെ ലോഗോ പതിപ്പിക്കുന്നത് എന്നായിരുന്നു. അന്ന് അങ്ങനെ ഒരു നിലപാട് സംസ്ഥാന സർക്കാർ എടുത്തിരുന്നു. പക്ഷേ വെളിയിൽ പറഞ്ഞിരുന്നത് പ്രധാനമന്ത്രിയുടെ ഫോട്ടോയും വെക്കണം എന്നൊക്കെയായിരുന്നു CPM നേതാക്കളൊക്കെ പ്രസംഗിച്ചിരുന്നത്. അത് ഏറ്റുപാടുകയും ചെയ്തിരുന്നു UDF നേതാക്കളും. പക്ഷേ ഇപ്പോൾ KM ഷാജി മന്ത്രിയുടെ നിലപാടിനെ താങ്കൾ എങ്ങനെ കാണുന്നു? മുദ്ര വയ്ക്കുന്നതിന് കുഴപ്പമില്ല എന്ന് മുദ്ര വയ്ക്കുവാനേ പറഞ്ഞിട്ടുള്ളൂ. ശ്രീ ഷാബു പ്രസാദ്. മഞ്ജുഷ, ഞാൻ അതിലേക്ക് വരാം. ആദ്യം പറയട്ടെ, ഈ ലോഗോ വെക്കണം എന്ന് പറയുന്നത് എന്തിനാണത്? ഇത് ഒരു ഡോക്യുമെന്റേഷന് വേണ്ടിയിട്ടും ഒരു സുതാര്യതയ്ക്കും വേണ്ടി കേന്ദ്ര പദ്ധതിയാണത്. പബ്ലിക് മണിയാണത്. അത് ചെലവഴിച്ചിരിക്കുന്നതിൻ്റെ സുതാര്യത ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഡോക്യുമെന്റ് ചെയ്യേണ്ടതാണത്. കാര്യം ഓരോ പബ്ലിക് മണിയാണിത്. ഇത് ആജീവനാന്തം ആചന്ദ്രതാരം കൽപ്പാന്ത കാലത്തോളം ഇതിങ്ങനെ കല്ലിൽ കൊത്തിവെച്ച് അവിടെ ഉണ്ടാകണം. അതെങ്ങാനും നാളെ മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചട്ടിയും കലവും എടുത്ത് പുറത്തെറിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറക്കി വിടും, അല്ലെങ്കിൽ ജയിലിൽ കിടക്കും. ഇങ്ങനൊന്നുമില്ല. നാളെ ആ വീട്ടുടമസ്ഥൻ അതിൻ്റെ മേളിൽ ഒരു പെയിന്റ് അടിച്ചാൽ ഒരു ചുക്കൂടെ സംഭവിക്കില്ല, ഒന്നുമില്ല. ഇത് ഒരു ഡോക്യുമെന്റേഷൻ, ഒരു ഗവൺമെന്റ് പ്രോസസ്സാണത്. അതിന്റെ ഭാഗമാണ്. ഇപ്പൊ നമ്മൾ റേഷൻ കടയിൽ മഞ്ഞക്കാട്, വെള്ളക്കാട്, നീലക്കാട് ഒക്കെ കൊടുക്കുന്നില്ലേ? ഇതെന്താ ആത്മാഭിമാനത്തിന്റെ പ്രശ്നമാണോ? അത് ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പൊ ഈ പറയുന്ന ഈ കൊട്ടിപ്പാട് കിടക്കുന്ന ഈ CPM അവര് കൊടുക്കുന്ന പൊതിച്ചോറിന്റെ അകത്ത് DYFI എഴുതി വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. ഈ കോൺഗ്രസ് ഇപ്പൊ ഇവിടെ കിടന്ന് ഈ ബഹളം വെച്ചിരുന്ന കോൺഗ്രസ് ബീഹാറില് അവർ കൊടുത്ത പറയുന്ന നാണക്കേടാണ്, പറയാതിരിക്കാൻ വയ്യ. ഇങ്ങനെ പ്രളയ പ്രദേശത്തോ മറ്റോ കൊടുത്ത സാനിറ്ററി പാഡിൽ വരെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ വെച്ചിട്ടാണ് കൊടുത്തത്. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇപ്പൊ മുസ്ലിം ലീഗ് ഇവിടെ വീടുകൾ കൊടുത്തു. എന്താണ് വയനാട്ടില് ഇവർ പറയുന്നുണ്ട് ആത്മാഭിമാനത്തിന്റെ വലിയ സംഭവം ഇതുള്ളത് കൊണ്ട് ആരും അങ്ങോട്ട് പോകരുതെന്ന് പ്രത്യേകിച്ച് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആരും ചെയ്യുന്നില്ല. ഇത് തന്നെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ ഉദ്ഘാടന സമയത്ത് ഞങ്ങളെ കുറച്ച് ഹിന്ദുക്കൾക്ക് വീട് കൊടുത്ത് പറയാതെ പറഞ്ഞു. വളരെ ബുദ്ധിപൂർവ്വമാണ് കേട്ടോ. അത് അവിടുത്തെ ഒരു 10-15 ഹിന്ദുക്കൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്, നല്ല കാര്യം. അതിന്റെ ഗണപതി ഹോമത്തിന്റെ ഒക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ എന്നിട്ട് ഇത് ആത്മാഭിമാനത്തിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് ആരും അങ്ങോട്ട് പോരുത്, ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇതും കൂടെ ചെയ്തു. ഇതൊക്കെയാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇത് എന്നും എന്നത്തേക്കുമായി ഇത് വേണമെന്ന് ഒരു തരത്തിലും നിഷ്കർഷിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു നിലപാടിനെതിരായ ഒരു വിമർശനമായിരുന്നുവല്ലോ. അത് UDF അല്ലായിരുന്നു ഭരണത്തിലെങ്കിലും അവർ മുദ്ര വെക്കുന്നതിനെ എതിർത്ത കക്ഷി തന്നെയാണ്, അതിൽ സംശയമില്ല. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നിലപാട് മാറ്റി. അതാ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പം അത് ഒരു കാര്യത്തിൽ പറയാതിരിക്കാനുള്ള KM ഷാജിയുടെ ഒക്കെ സത്യസന്ധച്ച ഒരു പരിധി വരെ അംഗീകരിച്ചേ പറ്റുള്ളൂ. ഇവിടെ PM ശ്രീയെ പറ്റി എന്തായിരുന്നു KM ഷാജി പറഞ്ഞിരുന്നത്? ഞങ്ങളായിട്ട് അധികാരത്തിൽ വന്നാൽ ഈ PM ശ്രീ വലിച്ചു കീറി അറബിക്കടലിൽ മുക്കിത്താഴ്ത്തും, കൊല വിളിക്കും, തലകുത്തി നിർത്തും. ഇങ്ങനൊക്കെ കിടന്ന് ആകാശം മുട്ട ചാടിയവരാണ്. അതേ KM ഷാജി പറഞ്ഞു അതൊക്കെ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ പലതും പറയും, അതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന്. ഇതേപോലെ തന്നെ ഇപ്പോഴും പറയുന്നു. ഇവരുടെ നിലപാട് മാറ്റം, ഇവർ കാര്യം അപ്പോഴും ഇവർക്കറിയാം, ഇപ്പോഴും കാര്യം അറിയാം. പറയാതെ ഇത് ഇപ്പം CPM എന്താ പറഞ്ഞത്? ഞങ്ങൾ PM ശ്രീയിൽ ഒപ്പിട്ടത് ഇത് കാര്യം നടക്കാൻ വേണ്ടി ചുമ്മാ ഒപ്പിട്ടതാണ്. അവരെ കേന്ദ്രത്തിനെ പറ്റിച്ച് അവിടെ കുറച്ച് കാശ് കിട്ടാണ്ട് അത് ഇനി കെട്ടി കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. നടത്തിക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ ഒപ്പിട്ടത്. ഇവരൊക്കെ പറയുന്നത് എന്താ? അൾട്ടിമേറ്റ്ലി പറയാതെ പറയുന്നത് എന്താ? ഉറപ്പിച്ച് പറയുന്നത് എന്താണ് മഞ്ജുഷേ? ഞങ്ങൾ ഓരോ സമയത്ത് ഞങ്ങളുടെ സൗകര്യം പോലെ നിങ്ങളെയൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പലതും പറയും. അതിനൊക്കെ ഇത്രേ വാല്യൂ ഉള്ളൂ. ശരിയാണ് ശ്രീ CK ഷാജി, ഇതൊക്കെ ജനങ്ങളെ പറ്റിക്കാൻ പറയുന്ന കാര്യങ്ങളായി മാറുകയാണല്ലോ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഭരണത്തിലേറാൻ വേണ്ടി ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി കുറെ കാര്യങ്ങൾ പറയുന്നു. അന്ന് PM ശ്രീ പദ്ധതിയോട് എതിർപ്പ്, PMAY പദ്ധതിയിലാണെങ്കിൽ ഇങ്ങനെ മുദ്ര വെക്കുന്നതിനോടൊക്കെയുള്ള എതിർപ്പ്, ഇതൊക്കെ വന്നിരുന്നു. ഇനി സംസ്ഥാന സർക്കാർ മുദ്ര വെച്ചപ്പോൾ സംഘപരിവാറിന് കീഴടങ്ങി എന്ന രീതിയിലുള്ള വിമർശനം, PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചപ്പോൾ BJPക്ക് കേന്ദ്ര സർക്കാരിന് കീഴടങ്ങി എന്ന രീതിയിലുള്ള വിമർശനം, കാവ്യവൽക്കരണത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുള്ള വിമർശനം. അധികാരത്തിലെത്തിയപ്പോൾ കസേര മാറിയപ്പോൾ
ആ നിലപാടിനൊപ്പം തന്നെ നിങ്ങളും കൂടുകയാണ്. PMAYയിലും നിങ്ങളുടെ നിലപാട് മാറ്റമാണ് കാണുന്നത്. നല്ലതാണ്, കുറേ പാവപ്പെട്ട ആളുകൾക്ക് വീട് കിട്ടുന്ന ഒരു പദ്ധതിയാണ്. അത് അങ്ങനെ തന്നെ നടന്നോട്ടെ മുന്നോട്ട്. അത് മുദ്ര വെക്കണമെങ്കിൽ മുദ്ര വെക്കട്ടെ. ആ ഒരു നിലപാടെടുത്തത് നന്നായി എന്തായാലും. പക്ഷേ ഈ നിലപാട് മാറ്റമുണ്ടല്ലോ, എന്നിട്ട് സംഘപരിവാർ വിരുദ്ധത പറയുകയും ചെയ്യും. മഞ്ജുഷ, ഒരു കാര്യം കൂടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഒന്ന് സൂചിപ്പിച്ചോ. സാക്കിറിലേക്ക് പോയിട്ട് പോരെ? എനിക്ക് ആദ്യം പറയാനുള്ളത്, സാക്കിർ ഞാൻ പറഞ്ഞോട്ടെ? പറഞ്ഞോളൂ. എനിക്ക് ആദ്യം സൂചിപ്പിക്കാനുള്ളത്, ദയവായിട്ട് ഞാൻ പറയുന്നത് മുഴുവൻ പറയാനുള്ള സമയം തരണം. ആദ്യമായി CPMന്റെ ആളുകൾ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായി പരാജയപ്പെട്ടു. അത് കഴിഞ്ഞ് CPMന്റെ പാർട്ടി ഘടകങ്ങളിൽ അതിൻ്റെ നേതാക്കന്മാർക്കെതിരെ, കാരണഭൂതർക്കെതിരെ, CPMന്റെ സെക്രട്ടറി MV ഗോവിന്ദനെതിരെ, അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിപ്പിച്ചതിനെതിരെ, അങ്ങനെ നിരന്തരമായ കുഴപ്പങ്ങൾ പാർട്ടി കമ്മിറ്റികൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം ഇവരുണ്ടാക്കുന്ന പുതിയ പുതിയ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ, കാള പ്രസവിച്ചു എന്ന് CPMന്റെ സൈബർ ഗുണ്ടകൾ പോസ്റ്റ് ഇടുമ്പോൾ അത് 3 കണ്ണാണ് എന്ന് ന്യൂസ് 18-ഉം 4 കണ്ണാണ് എന്ന് ഏഷ്യാനെറ്റും 5 കണ്ണാണ് എന്ന് വേറൊരു ചാനലും 1 കോങ്കണ്ണാണ് എന്ന് വേറൊരു ചാനലും പറയുന്നത് പോലെയുള്ള എന്താ പറയുക വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കി അതിന്മേൽ ചർച്ച നടത്തുകയല്ലാതെ നിങ്ങളിപ്പം ഇന്നത്തെ ന്യൂസ് 18 കൊടുത്തിട്ടുള്ള ടൈറ്റിൽ തന്നെ നിങ്ങളെ ഇപ്പോൾ ഇത് തലവാചകമൊക്കെ പറഞ്ഞ് ചർച്ച നിയന്ത്രിക്കുന്ന മഞ്ജുഷനോട് ഡിബേറ്റ് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിലാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗോ അതിന്റെ മന്ത്രിമാരോ നേതാക്കളോ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറഞ്ഞതിൽ നിന്ന് മാറ്റി പറഞ്ഞത് അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി എന്ന് നിങ്ങൾ തെളിയിക്കേണ്ട ബാധ്യത. പ്രതിപക്ഷത്തിരുന്നപ്പോൾ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? PM ശ്രീ പദ്ധതിയിൽ നിങ്ങളുടെ നിലപാടെന്തായിരുന്നു? 2-3 കേട്ടാൽ കൊള്ളാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു തിരുത്താം. PMAYയിലും പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന, പിന്നെ PM ശ്രീ പദ്ധതി, ഈ രണ്ടിലും എന്തായിരുന്നു നിങ്ങളുടെ നിലപാട് എന്നത് അറിഞ്ഞാൽ കൊള്ളാമായിരുന്നു. KM ഷാജിയുടെ ഇട്ട് കൊടുക്കുക മഞ്ജുഷ. അതെല്ലാവർക്കും അറിയാം. അത് നമ്മൾ കേട്ട് മടുത്ത ഒരു കാര്യമാണ്. KM ഷാജി തന്നെ അത് വെറുതെ പറഞ്ഞാണെന്നാണ് പറഞ്ഞത്. ഭുവനെ ഷാബു പ്രസാദ്, ഞാൻ പറയട്ടെ? ഷാബു പ്രസാദ്, ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾക്ക് സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ തെറ്റാണെങ്കിലോ അല്ല അതിന് വിരുദ്ധമായ അഭിപ്രായം പറഞ്ഞോളി. ഈ 2 സംഗതി നമുക്ക് ഇങ്ങനെ പോകാം ഇന്നത്തെ ചർച്ച. ഞാൻ വളരെ കൃത്യമായി ചർച്ച കാണുന്ന ആളുകൾക്ക് കൂടി കാര്യങ്ങൾ മനസ്സിലാവട്ടെ. നിങ്ങൾ ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ ചാനലിനെ കുറിച്ച് ഒരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കല്ലേ. ഞാൻ മഞ്ജുഷിന് ചില രേഖകൾ കൂടി അയക്കുന്നുണ്ട്. കാരണം അത് ഞങ്ങളുടേതല്ല, അത് എല്ലാവർക്കും ബോധ്യമാകുന്ന കാര്യങ്ങളാണ്. അതായത് ഒന്ന് PM ശ്രീയിൽ ഞങ്ങളുടെ നേതാക്കന്മാരുടെ സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളുടെയൊക്കെ റെക്കോർഡ് പിന്നെ അവിടെ ഉണ്ടാകും. അന്ന് പറഞ്ഞത് വിദ്യാഭ്യാസ രംഗത്ത് കാവ്യവൽക്കരിക്കുന്ന നിലപാടിനോട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യോജിക്കുന്നില്ല. അത് UDF അധികാരത്തിൽ വന്ന് നടപ്പിലാക്കില്ല. അതിൽ തർക്കമില്ല. നിങ്ങൾക്ക് തർക്കമുണ്ടോ? അതെ, അതൊരു കാര്യം. മറ്റൊരു കാര്യം എന്ന് പറയുമ്പോൾ LDF സർക്കാരിന്റെ കാലത്ത് കാവ്യവൽക്കരിച്ചിരുന്നോ? അതായത് PM ശ്രീ പദ്ധതി പിന്നെ പുതിയ വിദ്യാഭ്യാസ നയത്തിന്റെ മുന്നോടിയായി മാതൃകാ സ്കൂളുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. ആ പദ്ധതിയുടെ കരിക്കുലവുമായി ബന്ധപ്പെട്ടും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശവുമായി ബന്ധപ്പെട്ടും അത് പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കും എന്ന ഘട്ടത്തിൽ ആണ് CPM ഉൾപ്പെടെയുള്ള ആളുകൾ ഭരണകക്ഷിയിൽ ഇരുന്നു കൊണ്ട് അതിനെതിർക്കുകയും പിന്നീട് ആരും അറിയാതെ പോയി ഒപ്പിടുകയും ചെയ്തതാണ്. നമ്മുടെ വിഷയം അതല്ല. ഞങ്ങൾ പറഞ്ഞത്, നേരത്തെ മഞ്ജുഷ് ചോദിച്ചതുപോലെ, മുസ്ലിം ലീഗ് എന്ന പാർട്ടി പറഞ്ഞത്, അതിന്റെ നേതാക്കന്മാർ പറഞ്ഞത്, ഒരുപാട് നേതാക്കന്മാരുണ്ട്, പാർട്ടി ഔദ്യോഗികമായി പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് പലപ്പോഴും പറഞ്ഞത് നിങ്ങളുടെയൊക്കെ കൈകളിലുണ്ട്, നിങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രത്തെ വളച്ചൊടിക്കുന്ന, കാവ്യവൽക്കരണം നടത്തുന്ന RSSന്റെ അജണ്ട കേരളീയ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കുന്നത് LDF ആണെങ്കിൽ ശരിയല്ല, UDF വന്നാൽ അത് നടപ്പിലാക്കില്ല. അത് ഇപ്പോഴും അതേ സ്റ്റാൻഡാണ്. അതിൽ മാറ്റം വന്നോ? ഒരു സെക്കൻഡ്, മറ്റൊരു കാര്യം, PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ഒരു ചർച്ചയിൽ താങ്കൾ പറഞ്ഞിരുന്നു PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആരാണ് തീരുമാനമെടുത്തത്? അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഒരു മന്ത്രിസഭ ഉപസമിതിയെ വെച്ചിട്ടേ ഉള്ളൂ എന്ന്. ഇന്ന് മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞ എന്താണ്? PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല എന്നാണ്. അപ്പോൾ കാര്യം വ്യക്തമായി കഴിഞ്ഞു. PM ശ്രീയുമായി മുന്നോട്ട് പോവുകയാണ്. ഇനി അതിനകത്തുള്ള ക്ലോസുകൾ മാത്രമേ ഉള്ളൂ. അതിൽ സംസ്ഥാന സർക്കാർ ഇപ്പോൾ താങ്കൾ പറയുമായിരിക്കും, പറഞ്ഞു തുടങ്ങുകയും ചെയ്തു താങ്കൾ,
ഈ കാവ്യവൽക്കരിക്കുവാനൊന്നും ഞങ്ങൾ സമ്മതിക്കുകയില്ല, കരിക്കുലമൊക്കെ ഞങ്ങൾ തീരുമാനിക്കും, സ്കൂളുകളെയൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്ന്. അങ്ങനെയൊക്കെ തന്നെയാണ് PM ശ്രീ പദ്ധതിയുടെ എഗ്രിമെൻറ്റിലും ഉള്ളത്. ശ്രീ ഷാക്കിർ, നിങ്ങൾ ആയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും അതിലേക്ക് ചേർക്കാനൊന്നും പോകുന്നില്ല. അത് മാത്രമല്ല, ഏറ്റവും വലിയ മണ്ടത്തരം പറഞ്ഞതെന്ന് വെച്ചാൽ ഈ കരാറിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോകാൻ പറ്റില്ല എന്നാണ്. മന്ത്രിസഭ പോലും തീരുമാനമെടുക്കാതെ പോയി ഒപ്പിട്ട ഒരു കരാറാണിത്. അതിനെതിരെ നിങ്ങൾ ഒരു ശബ്ദവും ഉയർത്തുന്നില്ല. ഇപ്പോൾ അവരൊപ്പിട്ട് പോയി, അവിടെ ഞങ്ങൾക്ക് ഇനി ഒരു രക്ഷയുമില്ലെന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു വശവും ആലോചിക്കുന്നു പോലുമില്ല. എന്ത് ജനങ്ങളെ പറ്റിക്കുകയാണ്? ഞങ്ങൾ സംഘപരിവാറിന് കീഴടങ്ങില്ല, ഞങ്ങൾ കാവ്യവൽക്കരണത്തിനെതിരാണ്. എൻ്റെ മഞ്ജുഷേ, മുഴുവൻ നിങ്ങൾ പറയണേ, പിന്നെ ഞാനിവിടെ ഇരിക്കണോ? മുസ്ലിം ലീഗ് പാർട്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് ഇപ്പം ഞാനും മഞ്ജുഷും സംസാരിക്കുന്ന ഈ ദിവസം വരെ UDFന്റെ സർക്കാർ മെയ് 18-ാം തീയതിയാണ് അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇന്ന് വരെ PM ശ്രീയിലോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എതിരഭിപ്രായം പറഞ്ഞ വിഷയത്തിൽ അന്ന് പറഞ്ഞതിന് വിരുദ്ധമായി വല്ലതും ചെയ്തോ മഞ്ജുഷേ? PM ശ്രീ പദ്ധതി നടപ്പാക്കിയ തീരുവെന്ന് മന്ത്രി N ഷംസുദ്ദീൻ നിയമസഭയിൽ പറഞ്ഞു. വിഷയത്തിൽ നിയമസഭയിൽ N ഷംസുദ്ദീൻ പറഞ്ഞു. ഷാക്കിറെ, താങ്കൾ കേട്ടതല്ലേ? PM ശ്രീ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുകയുള്ളൂ, അതിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറം എന്തെങ്കിലും വേണോ ഇതിനകത്ത്? ഉദാഹരണമായിട്ട് അറബിക്കടലിൽ തള്ളാനൊന്നും പറ്റില്ല എന്ന് തദ്ദേശ മന്ത്രിയും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അന്ന് പറഞ്ഞത് ഒരു ഓളത്തിന് പറഞ്ഞതാണ്, അതൊരു രാഷ്ട്രീയ പ്രതികരണം എന്ന് കണ്ടാൽ മതിയെന്ന്. മനുഷ്യ ഒന്ന് പ്ലീസ് പറയാൻ സമ്മതിക്കും. എന്നോട് ചോദിച്ചോണ്ടാണ് ഞാൻ ഉത്തരം പറഞ്ഞത്. ചോദിച്ചോ, ഞാൻ പറയാം. മറ്റു രണ്ടാളുകൾ അവരുടെ അഭിപ്രായം പറഞ്ഞോട്ടെ. ഞാൻ ആവർത്തിച്ച് ചോദ്യം ഇത് കേൾക്കുന്നവർ കേൾക്കട്ടെ. നിങ്ങൾ എടുത്തുള്ള ഏത് ഫയലും പുറത്തേക്ക് വെച്ചോ. അല്ല, ഒരു ഫയലും വേണ്ട. ഞാൻ കേട്ട കാര്യങ്ങൾ വെച്ചാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു ഫയലും വേണ്ട, എന്റെ ഒരു ഫയലും ഇല്ല ഇക്കാര്യത്തിൽ. നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ പറയാം. നിങ്ങൾ നോക്ക്. അല്ല, ഇനി ഞാൻ പറയുന്നത് ശരിയല്ല, വെറുതെ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾ പഴയ ഫയൽ എടുത്തോ. ഞാൻ ഉറച്ചു നിൽക്കുന്നത് പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ നിങ്ങളിപ്പോ പറയുന്ന വിവാദ വിഷയങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പറഞ്ഞ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് വിരുദ്ധമായി പ്രവൃത്തിയിൽ കൊണ്ടുവന്നതുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ കാണിക്കണം. അതാണ് PM ശ്രീ പദ്ധതി നടപ്പാക്കുമെന്ന് പറഞ്ഞത് തന്നെ വലിയ കാര്യമല്ലേ? നല്ല കാര്യമാണ്, നല്ല തീരുമാനമാണ് നിങ്ങൾ എടുത്തത്. PM ശ്രീ പദ്ധതി നിങ്ങൾ നടപ്പാക്കില്ല എന്നായിരുന്നല്ലോ നിങ്ങൾ പറഞ്ഞത്. PM ശ്രീ പദ്ധതിയെ LDF ഭരിക്കുന്ന കാലത്ത് നിങ്ങൾ എതിർക്കുകയും ചെയ്തു. എന്നിട്ട് ഇപ്പോൾ നടപ്പാക്കുമെന്ന് പറയുന്നത് അത് തന്നെയല്ലേ? ഇനി എനിക്കത് ആവർത്തിച്ച് പറയാൻ പറ്റില്ല. അത് തന്നെയല്ലേ നിലപാട് മാറ്റം? പിന്നെ PMAVയുടെ കാര്യത്തിൽ ആവാസ് യോജനയുടെ കാര്യത്തിൽ ഈ മുദ്രയൊക്കെ വെക്കുന്നത് അല്ല, ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുമെന്ന LDF സർക്കാരിന്റെ അതേ നിലപാട് തന്നെയല്ലായിരുന്നു നിങ്ങളുടെയും? മറിച്ചൊരു നിലപാടുണ്ടായിരുന്നോ? അന്ന് LDF പറയുന്നുണ്ടായിരുന്നു മോദിയുടെ ഫോട്ടോയും പ്രധാനമന്ത്രിയുടെ ചിത്രവും വെക്കുമെന്ന്. PM ശ്രീയിലും അങ്ങനെ തന്നെയാണ്, പ്രധാനമന്ത്രിയുടെ ചിത്രവും വെക്കുമെന്ന് പ്രചരിച്ചിരുന്നു. അത് നിങ്ങളും ഏറ്റുപാടിയിരുന്നു. നിങ്ങളുടെയും നിലപാട് തന്നെയായിരുന്നു. പക്ഷേ കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തിൽ അതൊന്നും ഇല്ല എന്നുള്ള കാര്യം ഇപ്പോൾ പുറത്തു വന്നിട്ടുമുണ്ട്. അതിലും നിലപാട് മാറ്റം നിങ്ങൾക്ക് വന്നിരിക്കുകയാണ്. PMAV കുഴപ്പമില്ല എന്ന് ഇന്നലെ തന്നെ തദ്ദേശ മന്ത്രി പറഞ്ഞു കഴിഞ്ഞു, KM ഷാജി. നിങ്ങൾ ഇങ്ങനെ കളവ് പറഞ്ഞാൽ എനിക്ക് രക്ഷയില്ല. ഞാൻ ഇപ്പൊ മഞ്ജുഷിന് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് രണ്ട് വിഷ്വൽസ്, രണ്ട് PMAV പദ്ധതിയുമായി ബന്ധപ്പെട്ട് 2025 മുസ്ലിം ലീഗിന്റെ തദ്ദേശ വകുപ്പിലെ നമ്മുടെ ആളുകൾ പറഞ്ഞിട്ടുള്ള അഭിപ്രായമാണ് കേരള സർക്കാരിനോട്. ഈ കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് എന്ന് പറയുന്നാൽ അത് BJPയുടെ ഫണ്ടല്ല, അത് വാങ്ങണം. നമ്മുടെ പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കണം. 4,95,00,000 പേർക്ക് വീട് നിർമ്മിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിൽ നിന്ന് നമ്മൾ മാറി നിൽക്കരുത്. അത് വിഡ്ഢിത്തമാണ് എന്ന് പറയുന്നതിന്റെ വീഡിയോ 2 ചാനലുകളിൽ വന്നത് ഞാനിപ്പോ മഞ്ജുഷ നൽകിയിട്ടുണ്ട്. ദയവ് ചെയ്ത് മുദ്ര വെക്കുന്നതിനെ എതിർത്തിരുന്നോ ഇല്ലയോ? നിങ്ങളുടെ നിലപാട് അതായിരുന്നോ അല്ലയോ? അതോ മുദ്ര വെച്ചോട്ടെ, ആത്മാഭിമാനത്തിന് കോട്ടം തട്ടിക്കോട്ടെ എന്നതായിരുന്നോ നിലപാട് എന്നാണ് ഞാൻ ചോദിച്ചത്. കേന്ദ്ര ഫണ്ട് വേണ്ടെന്ന് വെക്കരുത് എന്ന് നിങ്ങളുടെ നിലപാട് ഇല്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. ഈ PM ശ്രീയുടെ കാര്യത്തിലും കേന്ദ്രത്തിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഔദാര്യമല്ല എന്ന നിലപാടാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉള്ളത്. PMAVയുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിന്റെ നടത്തിപ്പിനെ കുറിച്ചാണ് നിങ്ങൾക്ക് എതിർപ്പുണ്ടായിരുന്നത്. അത് അന്നൊരു നിലപാട്, ഇന്നൊരു നിലപാട്. അതാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ല, അവിടെ തിരുത്തേണ്ടത് മഞ്ജുഷെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. മഞ്ജുഷിനെ, മറ്റു പാർട്ടിക്കാരൊന്നുമല്ല.
അന്ന് പറഞ്ഞത് അന്ന് അങ്ങനെ മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണിക്കാൻ പറ്റുമോ? അല്ല, എന്നാ പിന്നെ അന്നത്തെ മുസ്ലിം ലീഗ് അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? അന്നത്തെ മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? അല്ലല്ല, ഞാൻ പറയട്ടെ, അല്ല അത് ക്ലാരിറ്റി വരുത്തി പോകും. അല്ല, ക്ലാരിറ്റി വരുത്തി പോകണം. അല്ലല്ല, താങ്കൾ ഇങ്ങനെ സംശയം നിഴലിലാക്കരുത്. അന്നത്തെ സംസ്ഥാന സർക്കാരിന്റെ നിലപാട് എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന നടപ്പിലാക്കണം, അത് പ്രകാരം വീടുകൾ, അതിന്റെ എണ്ണമൊക്കെ ഉണ്ട്, വീടുകൾ സംസ്ഥാനത്ത് നിർമ്മിക്കുകയും ചെയ്തിരുന്നു പാവപ്പെട്ടവർക്ക് വേണ്ടി. അങ്ങനെ വീടുകൾ നിർമ്മിച്ചപ്പോൾ അതിൽ ഈ ലോഗോ വേണം എന്നുള്ള കാര്യം, PMAYയുടെ ലോഗോ വേണം എന്നുള്ള കാര്യം കേന്ദ്രം നിഷ്കർഷിച്ചു. അതനുസരിച്ച് അത് നടപ്പാക്കേണ്ടിയും വന്നു. 2 തവണ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് കത്ത് നൽകി. ആ കത്തിൽ പറഞ്ഞിരുന്നത് ഇങ്ങനെ ലോഗോ പതിപ്പിക്കുന്നത്, കേന്ദ്ര ലോഗോ പതിപ്പിക്കുന്നത്, PMAYയുടെ ലോഗോ പതിപ്പിക്കുന്നത് അത് ആ വീട്ടിൽ താമസിക്കുന്നവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് അത് വേണ്ട, അതിൽ നിന്ന് ഞങ്ങളെ ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ടിരുന്നു. ആ സമയം LDF സർക്കാരിൻ്റെ നിലപാടിനൊപ്പമായിരുന്നോ നിങ്ങൾ? അതോ ലോഗോ പതിപ്പിച്ചോട്ടെ, അതൊന്നും കുഴപ്പമില്ല, ആത്മാഭിമാനമൊന്നും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലപാടായിരുന്നു നിങ്ങളുടേത്? അതിലൊരു ക്ലാരിറ്റി വരുത്തിയാൽ മതി. ഞാൻ അറിഞ്ഞെടുത്തോളം എൻ്റെ കാര്യം കൂടി പറയാം, ഞാൻ അറിഞ്ഞ കാര്യം പറയാം. അന്ന് UDFന്റെ നിലപാട് ഇങ്ങനെ അല്ലല്ല, ആ വീട്ടുകാർക്ക് മോശമുണ്ടാക്കുന്ന രീതിയിൽ ഒരു കാര്യവും കേന്ദ്ര സർക്കാരിൻ്റെതായി വരരുത് എന്നുള്ളതായിരുന്നു. അല്ലെങ്കിൽ തിരുത്തിക്കോളൂ. അല്ല, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരിയല്ല, അർദ്ധസത്യമാണ്. ഞാൻ പറയട്ടെ, ഞാൻ ഇപ്പോൾ മഞ്ജുഷിന് അയച്ചതിൽ ഒരുപക്ഷെ മഞ്ജുഷിന് കൈവശം ഉണ്ടാകും. 2023 നവംബർ 4-ാം തീയതി നമ്മുടെ കുടുംബശ്രീയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ നമ്മളെ നഗരസഭാ സെക്രട്ടറിമാർക്ക് അയച്ചുള്ള കത്ത്, ആ കത്തില് അവർ പറയുന്നുണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഇന്ന മാനദണ്ഡ പ്രകാരം നിർബന്ധമായും നിങ്ങൾ ഈ PMAYയുടെ ലോഗോ പ്രദർശിപ്പിക്കണം. എന്നിട്ട് അതിന്റെ മാനദണ്ഡം പറയുന്നുണ്ട്, ഇത് ഇന്നതാണ് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രവുമല്ല, ഇപ്പൊ 2025 ഇവര് ഒടുവിൽ നിർമ്മിച്ചിട്ടുള്ള, ഇപ്പൊ CPM-കാരൊക്കെ മാറ്റി പറയുന്നുണ്ട്, പക്ഷെ ഒക്കെ എല്ലാം രേഖകളുണ്ട്. ഞങ്ങൾ മാറ്റി പറയില്ല, മാറി പ്രവർത്തിക്കില്ല. മോഡിയോട് അന്ധമായ എന്താ പറയാ, പ്രധാനമന്ത്രി എന്നുള്ള നിലക്ക് മോഡിയെ അംഗീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ നരേന്ദ്രമോദി RSSന്റെ വേഷം ഇട്ട് വന്നാൽ ഒരിക്കലും ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഇത് സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്നത്തെ LDF സർക്കാരിന്റെ നിലപാട് ഈ ലോഗോ വെക്കരുത് എന്നായിരുന്നു. പക്ഷെ വെക്കേണ്ടി വന്നു, അത് ഞാൻ പറഞ്ഞല്ലോ. കുടുംബശ്രീയുടെ ഈ ഉത്തരവ് എന്റെയിലുമുണ്ട്, വെക്കേണ്ടി വന്നു. ഇപ്പോഴും ആ വീടുകളിൽ ആ ലോഗോ ഉണ്ട്, പല വീടുകളിലും ആ ലോഗോ ഉണ്ട്. അതില്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. LDF സർക്കാരിന്റെ കാലത്ത് ഇങ്ങനെ ലോഗോ പതിച്ചിരുന്നു. കാരണം എന്താണ്? കേന്ദ്ര സർക്കാരിന്റെ നിഷ്കർഷയായിരുന്നു അത് വേണമെന്നുള്ളതായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങളുടെ നിലപാടാണെന്നേ. ഞാൻ പറയുന്നു, അന്ന് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചു, പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഉണ്ടായില്ല. 2 തവണ കത്തയച്ചു. അത് പറഞ്ഞിരുന്നത് ഇങ്ങനെ ലോഗോയ്ക്ക് ഞങ്ങളെ നിർബന്ധിക്കരുത്. അതാ ഞാൻ വീണ്ടും പറയുന്നു, ആത്മാഭിമാനത്തെ ഇല്ലാതാക്കുന്നു, അവരുടെ അഭിമാനം സംരക്ഷിക്കണം എന്ന രീതിയിൽ തന്നെയായിരുന്നു അത്. പിന്നീട് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞിട്ടുണ്ട്, അത് ശരിയല്ല, അങ്ങനെ ആ വീടുകളിൽ ലോഗോ പതിക്കരുത്, അത് അവിടെ വീട്ടിൽ താമസിക്കുന്നവർക്ക് ഒരു അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതാണ് എന്ന്. ആ സമയത്ത് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. നിങ്ങളുടെ നിലപാട് അത് കുഴപ്പമില്ല, അവിടെ ലോഗോ വന്നോട്ടെ, അതിന് ഈ ലോഗോ അല്ല പ്രധാനമന്ത്രിയുടെ ഫോട്ടോയാണെങ്കിലും കുഴപ്പമില്ല എന്നായിരുന്നോ നിങ്ങളുടെ നിലപാട് എന്ന് ഞാൻ ചോദിച്ചുള്ളൂ. ഞാൻ പറയുന്നു, നിങ്ങളുടെ നിലപാട് സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനൊപ്പമായിരുന്നു എന്നാണ്. ആ ആത്മാഭിമാനത്തിന് കോട്ടമുണ്ടാക്കുന്നതാണ്, അതുകൊണ്ട് അത് ചെയ്യരുത് എന്നായിരുന്നു. അല്ലെങ്കിൽ താങ്കൾക്ക് തിരുത്താം. എന്നെ തിരുത്താനൊന്നും സമയം തരും നിങ്ങള്. താങ്കൾ അത് പറയുന്നില്ലല്ലോ, സമ്മതിക്കണില്ലല്ലോ. അല്ല, ഞാൻ പറയാം. അതായത് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം തരാൻ കഴിയില്ലല്ലോ. സത്യമല്ലേ പറയാൻ പറ്റുള്ളൂ. കാരണം എല്ലാം ഡോക്യുമെന്റഡ് ആണ്. എല്ലാം ഞാൻ എന്തെങ്കിലും വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളെടുത്ത് അതിന് മറ്റു കാര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റും മഞ്ജുഷിന് അയച്ചു വെച്ചത് എന്തിനാണ്? ഞങ്ങളുടെ അക്കാലത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ള രേഖകളുണ്ട്. 2025 ഞങ്ങൾ സ്റ്റാൻഡ് എന്താണെന്നറിയോ? ഇപ്പോഴും അപ്പോഴും മനുഷ്യരുടെ പാവപ്പെട്ടവരായി എന്നുള്ളത് കൊണ്ട് മനുഷ്യരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യരുത്. എന്നാൽ ഈ കേന്ദ്ര സർക്കാർ ഇത്തരം സംഗതികൾ വാശി പിടിക്കുമ്പോൾ അത് മനുഷ്യർക്ക് ദോഷകരമല്ലെങ്കിൽ, ഇപ്പോ ലോഗോ പ്രദർശിപ്പിക്കാൻ പിണറായി സർക്കാർ ആദ്യം എതിർക്കുകയും പിന്നീട് അത് പ്രദർശിപ്പിക്കണമെന്ന് കുടുംബശ്രീ വഴി നഗരസഭാ സെക്രട്ടറിമാർ കത്തയക്കുകയും എല്ലാ വീടുകൾക്ക് മുമ്പിൽ എഴുതി വെക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് PMAY വീടിൽ മാത്രമല്ല, പ്രധാനമന്ത്രി ആവാസ് യോജന മാത്രമല്ല, ലൈഫ് മിഷൻ വീടുകളിൽ ലൈഫ് മിഷൻ വീട് 100% ഈ പിണറായി സർക്കാരിന്റെ അണ്ടറിലായിരുന്നല്ലോ.
ആ വീടുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല ഫോട്ടോ ഉൾപ്പെടെ ഗുണഭോക്താവിന്റെ പിന്നെ photo കുഴപ്പമില്ല. ഉൾപ്പെടെ അപ്പൊ ഓക്കെ, അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ശരിയാണ്, ശരിയാ. അപ്പൊ നിങ്ങൾക്ക് അത് കുഴപ്പമില്ല ഇപ്പോൾ. കാപട്യമായിരുന്നു. അല്ല, ഞാൻ പറയുന്നു ഷാക്കിറ ഇപ്പോഴും ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമില്ലല്ലോ, ആയിക്കോട്ടെ എന്നല്ലേ നിങ്ങളും പറയുന്നത്. ഞാൻ പിന്നെ അല്ലല്ല, മനസ്സിലാക്കി. ഇനി എതിർത്ത് പറയണ്ട. അല്ലല്ല, ഇനി അതിനെ പറയണ്ട ഷാക്കിറെ. അതിനകത്ത് താങ്കൾ, ഞാൻ പറഞ്ഞ കാര്യത്തെ താങ്കൾ ആദ്യം എതിർത്തിരുന്നു. പക്ഷെ നിങ്ങളുടെ നിലപാട് എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ ബോധ്യമായി. നിങ്ങളുടെ നിലപാട് ആത്മാഭിമാനത്തിനൊക്കെ കോട്ടം തട്ടും, പക്ഷേ കേന്ദ്രത്തിന്റെ ഫണ്ടാണ്, അത് കളയണ്ട. അല്ലല്ല, അത് കളയണ്ട, അത് മേടിച്ചെടുക്കാം. അല്ല, താങ്കൾ തന്നെ പറഞ്ഞുവല്ലോ സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ലോഗോ വെച്ചല്ലോ എന്ന്. അല്ലല്ല, സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയിൽ ലോഗോ വെച്ചല്ലോ എന്ന്. ആ മേടിക്കണം, അത് തന്നെയാണ് മേടിക്കണം. അതുകൊണ്ട് ലോഗോ വെച്ചാലും കുഴപ്പമില്ല എന്നാണ് ഇപ്പോഴത്തെ നിലപാട്. അന്ന് പക്ഷേ ലോഗോ വെക്കരുതെന്ന് പറഞ്ഞവരാണ് നിങ്ങൾ. അതിൽ യാതൊരു സംശയമില്ല. ഞാൻ അക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. അല്ലെങ്കിൽ താങ്കൾക്ക് തെളിവ് ഹാജരാക്കാം. അന്ന് ലോഗോ വെക്കരുത്, അവരുടെ ആത്മാഭിമാനത്തിന് കോട്ടമുണ്ടാകുമെന്ന് പറഞ്ഞ് നിങ്ങൾ ഇപ്പോൾ പക്ഷേ ആ വീടുകളിൽ ലോഗോ വെക്കുന്നതിനെ അനുകൂലിക്കുകയാണ്. നല്ല കാര്യം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് നിലപാട് മാറ്റം തന്നെയാണല്ലോ അല്ലേ? അതോ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താങ്കൾക്ക് തിരുത്താം. അല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. ഞാൻ ഇത്രയും ചോദിച്ചിട്ട് താങ്കൾ അതിലേക്ക് വന്നില്ല. ശരി, ആനന്ദ് കൊച്ചുകൂടി. എനിക്ക് പറയാനുള്ള എന്നെ പറയാൻ സമ്മതിക്കുന്നില്ല. അല്ല, 7:30 ശരി, ആനന്ദ് കൊച്ചുകൂടി. അതിന് നിങ്ങൾ സമയം മുഴുവൻ നിങ്ങൾ എടുക്കുകയാണല്ലോ. ആനന്ദ് കൊച്ചുകൂടി, നിങ്ങൾ പറയാൻ സമയം തരണ്ടേ? അല്ല മഞ്ജുഷ്, ഇവിടെ ഈ മുസ്ലിം ലീഗിനെ മഞ്ജുഷ് തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയെ മാത്രമല്ല, അത് KM ഷാജി എന്ന മുസ്ലിം ലീഗിൻ്റെ ഇപ്പോഴത്തെ മന്ത്രിയെ ഉൾപ്പെടെ കേരളത്തെ പൊതുസമൂഹം വെറുതെ തെറ്റിദ്ധരിച്ചതാണ്. ഈ 2000 മുതൽ 2016 വരെ ഒരു KM ഷാജി ഉണ്ടായിരുന്നു. ഈ യൂത്ത് ലീഗിൻ്റെ അധ്യക്ഷനായിട്ടും ഇവിടെ MLA ആയിട്ടുമൊക്കെ ഉണ്ടായിരുന്ന, നിയമസഭയിലൊക്കെ ഉണ്ടായിരുന്ന, ഗർജിക്കുന്ന സിംഹമായിരുന്ന ഒരു KM ഷാജി ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് തോൽവി ഉണ്ടാകുന്നു. തോൽവി ഉണ്ടായതിനു ശേഷം അദ്ദേഹം പല വിവാദങ്ങളിൽ പെടുന്നു. അതിനുശേഷം അദ്ദേഹം വളരെ ബൊംബാസ്റ്റിക് ആയിട്ടുള്ള ഈ മതമൗലികവാദികൾ നടത്തുന്ന രീതിയിലുള്ള ചില പ്രസംഗങ്ങൾ വരെ നടത്തി. അത് ചിലതൊക്കെ വളച്ചൊടിച്ചതാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. എങ്കിലും അദ്ദേഹം ആ ഒരു ലൈൻ ക്രോസ് ചെയ്തിരുന്നു പലതവണയും. പ്രത്യേകിച്ച് ഈ അവസാനം മുനമ്പം വിഷയത്തിൽ വരെ അദ്ദേഹം പ്രതിപക്ഷ നേതാവിനെ തള്ളി പറഞ്ഞിരുന്നു. ഈ അടുത്ത കാലത്ത് നടന്ന കാര്യമാണ്, 6 മാസം മുമ്പ് നടന്ന കാര്യമാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഷാജി ഇപ്പോൾ മന്ത്രിയായപ്പോൾ 2016 മുമ്പത്തെ ഷാജി, അല്ലെങ്കിൽ 2021 മുമ്പത്തെ പഴയ ഷാജിയായി മാറിയിരിക്കുന്നു. ഈ ലീഗിനെയും നമ്മൾ കേരളത്തിലെ പൊതുസമൂഹം തെറ്റിദ്ധരിച്ചതാണ്. ലീഗ് എന്ന് പറയുന്നത് ഇവിടെ 1992 ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതിന് ശേഷം മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ ഇവിടെ UDF-ൽ പാറ പോലെ ഉറച്ചു നിന്ന പാർട്ടിയാണ്. ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിയും അന്നത്തെ ലീഗിൻ്റെ ദേശീയ അധ്യക്ഷനായിരുന്ന ഇബ്രാഹിം സുലൈമാൻ സേട്ടുവും, പിന്നെ ഇവിടെ PDP മദനിയും, സമസ്തയുടെ കാന്തപുരം വിഭാഗവും, പിന്നെ അതുകൂടാതെ ഇവിടെയുള്ള എല്ലാ മതമൗലിക സംഘടനകളും, അത് ഈ ഫണ്ടമെന്റലിസ്റ്റ് ഫ്രിഞ്ചുകൾ, NDF പോലെയുള്ള പാർട്ടികൾ ഉൾപ്പെടെ ലീഗിനെ വെല്ലുവിളിക്കുകയും ലീഗ് ഇവിടെ ഇല്ലാതാവാൻ പോവുകയാണ്. ഗുരുവായൂർ ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നു. അതിനെല്ലാം ശേഷവും ഇവിടെ ലീഗ് UDF-ന്റെ പക്ഷത്ത് ഉറച്ചു നിന്ന പാർട്ടിയാണ്. പിന്നെ കഴിഞ്ഞ 5 വർഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അത് ഈ ജമാഅത്തെ ഇസ്ലാമിക്കാർ കുറേ ലീഗിൻ്റെ അണികളിൽ നുഴഞ്ഞു കയറുകയും പിന്നീട് അതിനുശേഷം ഈ നേതാക്കളെ തന്നെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും നമ്മൾ തന്നെ തെറ്റിദ്ധരിച്ചു, ഇവരെയൊക്കെ സ്വാധീനിക്കപ്പെട്ടു, ഇവരൊക്കെ ജമാഅത്തിൻ്റെ വലയത്തിലായി. ജമാഅത്തിൻ്റെ ഷൂറ അംഗങ്ങളെ പോലെ ചിലരൊക്കെ സംസാരിക്കുന്നു. ലീഗിൽ ഒരു തീവ്ര വിഭാഗമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ കീഴിൽ ഒരു മോഡറേറ്റ് ഫാക്ഷൻ, മറ്റേതൊരു തീവ്ര ഫാക്ഷൻ, ഇപ്പോൾ ഷാജിയും ഒക്കെയുള്ള തീവ്ര ഫാക്ഷൻ എന്ന രീതിയിലൊക്കെ നമ്മൾ തെറ്റിദ്ധരിച്ചു. ലീഗ് ഇപ്പോഴും പഴയ ലീഗ് തന്നെയാണ് എന്നുള്ളതാണ് ഈ വിവാദത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ലീഗ് അത്യാവശ്യം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ഇവിടെ 1967 മുതൽ കേരളത്തിൽ ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയാണ്. ഇത് ജമാഅത്തെ ഇസ്ലാമിക്കാരെ പോലെ ഇവർക്ക് നിലപാട് പറച്ചിൽ മാത്രമല്ല ഇവർക്കുള്ളത്. ഇവർക്ക് ഭരിക്കണം, ഇവിടെ പണം വേണം ഭരിക്കണമെങ്കിൽ. അതിന് പലതരത്തിലുള്ള ഉമ്മൻചാണ്ടിയൊക്കെ കളിച്ച പോലെ പലതരത്തിലുള്ള ഫ്ലെക്സിബിൾ സോമർസോൾട്ടുകൾ നടത്തേണ്ടി വരും. ചില അവസരങ്ങളിൽ നിലപാട് മാറ്റേണ്ടി വരും. ഈ അവസരത്തിൽ എന്താണ്, ചെറിയ തോതിൽ നിലപാട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം ഇവർ പറയുന്നത് ഞാൻ മാനിക്കുന്നു, അതായത് ഇവിടെ ലൈഫ് മിഷനിൽ ലൈഫ് എന്ന പേര് എഴുതി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത്, ഈ PMAY-യുടെ കാര്യത്തിൽ പറഞ്ഞത് അന്ന് ഫണ്ട് മേടിക്കേണ്ട എന്നല്ല, പക്ഷെ എഴുതി വെക്കരുതെന്നാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കിടന്ന് കർണം മറിയുന്നുണ്ട്. പക്ഷേ അത് എനിക്ക് മനസ്സിലാക്കാം, കാരണം ലീഗ് കരണം മറിച്ചിലാണല്ലോ അല്ലേ, കരണം മറിച്ചിൽ തന്നെയാണല്ലോ അല്ലേ ശ്രീ ആനന്ദ് കൊച്ചുകൂടി, അത് കരണം മറിച്ചിലാണല്ലോ അല്ലേ, കരണം മറിച്ചിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലേ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്
അല്ലല്ല, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ അവരങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം കൂടി വരുന്നുണ്ടല്ലോ. ഈ ലൈഫ് മിഷൻ എടുത്തിട്ട് കഴിഞ്ഞാൽ ആ ഒരൊറ്റ വ്യാഖ്യാനത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടി വരും. അവരങ്ങനെ ചെയ്തു, അപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന്? അല്ല മഞ്ജുഷ, ഇതിന്റെ മെറിറ്റിലേക്ക് വരാം. ഇപ്പോൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ അകത്ത് രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ച് ലീഗിന്റെ രാഷ്ട്രീയമാണ് ഞാൻ പറഞ്ഞത്. ഇതിന്റെ മെറിറ്റിലേക്ക് വന്നാൽ ഈ PM ശ്രീയും PMAYയും തമ്മിൽ രണ്ട് കാര്യമായിട്ടുള്ള വ്യത്യാസമുണ്ട്. PM ശ്രീ നടപ്പാക്കുമ്പോൾ എന്താണ് പ്രശ്നം? ലീഗിന്റെ പ്രശ്നം, കോൺഗ്രസിന്റെയും പ്രശ്നം. കോൺഗ്രസിന് അത് പ്രശ്നമാണോ? കോൺഗ്രസിന്റെ ഇതിലുള്ള കൃത്യമായ നിലപാട് എന്താണ്? കോൺഗ്രസ് വിശദീകരിച്ചിട്ടില്ല. കാരണം കോൺഗ്രസിന്റെ കർണാടക സർക്കാരും ഹിമാചൽ സർക്കാരും ഒക്കെ PM ശ്രീ നടപ്പാക്കുന്നുണ്ട്. PM ശ്രീയിൽ ഒളിച്ചു കടത്തുന്ന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ദേശീയ വിദ്യാഭ്യാസ നയം, അതിനെതിരെയാണ് ലീഗ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് അതിനെതിരെയാണോ? കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എതിരാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം കോൺഗ്രസ് മറ്റ് സംസ്ഥാനങ്ങളിൽ നടത്തുമ്പോൾ കേരളത്തിൽ മാത്രം നടത്തേണ്ടതെന്ന് ദേശീയ നേതൃത്വത്തിന് തീട്ടൂര ഇറക്കാൻ KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ. അതുപോലെ അദ്ദേഹത്തിന് പറയാൻ അവകാശമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് കർണാടകത്തിൽ നടത്താമെങ്കിൽ കേരളത്തിൽ നടത്താം. പക്ഷെ അപ്പോഴും ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഏതൊക്കെ വിഷയത്തിലാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ ലീഗിൻ്റെയൊക്കെ വലിയ നേതാക്കളുടെയൊക്കെ മക്കൾ പഠിക്കുന്നത് CBSE സ്കൂളിലാണ്. അവിടെയൊക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഇതിൽ വരുന്ന NCERT സിലബസ് അല്ലേ പഠിപ്പിക്കുന്നത്, പുസ്തകങ്ങളല്ലേ പഠിപ്പിക്കുന്നത്. ഇവിടെ കേരളത്തിലെ പാവപ്പെട്ട ഈ മലയാളം മീഡിയത്തിലും ഇംഗ്ലീഷ് മീഡിയത്തിലും പഠിക്കുന്ന, കേരള സിലബസിൽ പഠിക്കുന്ന പാവങ്ങൾ മാത്രം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പഠിക്കുന്നത് അവരെ സംഘീവൽക്കരണമാകും. ഞാൻ ഈ പറയുന്നത് ഇവിടെ ഇത് കേട്ടിരിക്കുന്ന ഏതെങ്കിലും സംഖ്യയെ സൂചിപ്പിക്കാനോ അല്ലെങ്കിൽ ഈ മറ്റേ മോദി ഭക്തരെ സൂചിപ്പിക്കാനൊന്നും അല്ല. ഞാൻ ഇതിനകത്ത് മെറിറ്റിലേക്ക് ചോദിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും കർണം മറിയിലും മലക്കം മറിയിലും ഒക്കെ നടത്തുന്നുണ്ട്. ഇതിന്റെ മെറിറ്റിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഉണ്ടോ? ആരെങ്കിലും ചർച്ച ചെയ്താലും മെറിറ്റ് ഇവർ അംഗീകരിക്കില്ല. മെറിറ്റ് ഉണ്ടെങ്കിൽ ആ മെറിറ്റ് അല്ലല്ല ഇത് നടപ്പാക്കാൻ ഇപ്പോൾ മുന്നോട്ട് വരുന്നവർ ഈ മെറിറ്റ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രശ്നം. ഈ മെറിറ്റ് അംഗീകരിക്കാതെയാണ് ഈ PM ശ്രീ പദ്ധതിയിൽ അയ്യോ ഞങ്ങൾക്ക് നടപ്പിലാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് കരണം പറയുന്നത്. അതാണ് പ്രശ്നം. അല്ല അതെന്തുകൊണ്ടാണ് ഈ ഇലക്ഷന് മുമ്പ് LDFനെ അടിക്കാൻ ഉപയോഗിച്ച വടിയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ചരിത്രം 10 വർഷത്തെ ഉണ്ട്. 2016 ഇവിടെ CPM ജയിച്ചതിന് ശേഷം 91 സീറ്റ് നേടി ജയിച്ചതിന് ശേഷം അവർ നിയമത്തെ അവർ ജയിക്കുകയാണ് ചെയ്തത്, തോൽക്കുകയല്ലേ ചെയ്തത്. നിയമത്തെ അവർ തോൽക്കുകയാണ്. 2016 അവർ തോറ്റ് O രാജഗോപാൽ ജയിച്ചപ്പോൾ അവർ പറഞ്ഞു കോൺഗ്രസിന്റെ വോട്ട് മറിച്ചിട്ടാണ് അന്ന് O രാജഗോപാൽ ജയിച്ചത് എന്നാണ് അവർ പറഞ്ഞത്. അന്ന് തൊട്ട് അവർ നടത്തിയ ഒരു നറേറ്റീവ് ഉണ്ട്. ആ നറേറ്റീവ് ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ മാത്രം ലാക്കാക്കിക്കൊണ്ട് പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുക. കോടിയേരി ദിനം പ്രതി അത് ചെയ്തിരുന്നു. കോടിയേരി മരിക്കുന്നത് വരെ അത് ചെയ്തിരുന്നു. ഇവിടെ വിജയരാഘവൻ താൽക്കാലിക സെക്രട്ടറി ആയിട്ട് വന്നപ്പോഴും അത് ചെയ്തിരുന്നു. MP ഗോവിന്ദന് അദ്ദേഹത്തിന്റെ ഈ കുമാരപിള്ള സാറായി അദ്ദേഹം പരിണമിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തിന് അത് പറ്റാറില്ല. പക്ഷെ അത് അങ്ങനെ നിരന്തരം തുടർന്ന് ഇവിടെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് തട്ടുക എന്നുള്ള ഒരു ഇതിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയം മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ ഇവിടെ സതീശനും ലീഗും കൂടി എന്ത് ചെയ്തു? ജമാഅത്തിനെ SUCI ഒക്കെ കൂടെ പിടിച്ച് ഇവിടെ അതിനേക്കാൾ വലിയ മോദി വിരുദ്ധർ ഞങ്ങളാണ്, സംഘവിരുദ്ധർ ഞങ്ങളാണ്, ഈ ഇടതുപക്ഷം കാപട്യമാണ്, ഇവർ പിണറായി വിജയന്റെ ഈ പല വിധത്തിലുള്ള അഴിമതികൾ മൂടിവെക്കാനുള്ള ഒരു എന്താ പറയുന്നത് ഇവിടെ BJPയും CPM തമ്മിലുള്ള ഡീലാണ് എന്നുള്ള കാര്യം 2016 കോൺഗ്രസിനെതിരെ CPM ഫലപ്രദമായി വിജയിപ്പിച്ച തന്ത്രം ഈ തെരഞ്ഞെടുപ്പിൽ ലീഗും കോൺഗ്രസും ഇവിടെ ജമാഅത്തും എല്ലാവരും കൂടി CPMനെതിരെ ഉപയോഗിച്ചു, ഫലപ്രദമായി ഉപയോഗിച്ചു. ആ ക്യാമ്പയിൻ ഉപയോഗിച്ച റെട്ടോറിക്കാണ് ഇപ്പോൾ നമ്മൾ ലീഗിനെതിരെ അന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ, ഷാജിയോട് അന്ന് നിങ്ങളിങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഷാജി 2016 മുമ്പ് നടത്തിയ സ്റ്റേറ്റ്മെന്റുകൾ മഞ്ജുഷിന് ഓർമ്മയുണ്ട്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഇവിടെ യൂത്ത് ലീഗിന്റെ അധ്യക്ഷനായിട്ട് ജമാഅത്തിനെതിരെയൊക്കെ നടത്തിയ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ പ്രസ്താവനകളുണ്ട്. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 5 വർഷത്തിൽ അല്ലെങ്കിൽ 2-3 വർഷത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവ് എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ എയറിൽ നിൽക്കുന്നത്. പക്ഷെ ഷാജി ഒരിക്കലും ആ ഒരു രീതിയിലുള്ള രാഷ്ട്രീയക്കാരനല്ല, ലീഗുകാർ ഒരിക്കലും അങ്ങനെയല്ല. ഇനിയിപ്പോൾ ലീഗിൽ ഏതെങ്കിലുമൊക്കെ തീവ്ര രാഷ്ട്രീയ ചിന്താഗതിക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ലീഗ് എന്ന് പറയുന്ന ഒരു ജനാധിപത്യ പാർട്ടിയാണ്, പൂർണ്ണതോതിൽ കോൺഗ്രസിനെ പോലെ തന്നെ ഒരു പാർട്ടിയാണ്, CPMനെ പോലെ തന്നെ ഒരു പാർട്ടിയാണ്. അല്ലാതെ അവർക്ക് പ്രത്യേകിച്ച് ഒരു സംഘവിരുദ്ധ രാഷ്ട്രീയം ഈ ജമാഅത്തെ ഇസ്ലാമിയെ പോലെ അവരുടെ രീതിയിലുള്ള ഈ നിലപാട് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരല്ല. കാരണം ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് അത് പറയാം, കാരണം അവർക്ക് കേരളത്തിലെ ഭരണത്തിൽ വരുന്ന പാർട്ടിയല്ലല്ലോ, അവർക്ക്
വെറുതെ പറയുന്നതിന് പറച്ചിലിന്റെ കാര്യമൊന്നുമില്ലല്ലോ. ഈ ആദർശമൊക്കെ വെച്ച് ഈ അടുപ്പിലിട്ട് വേവിച്ചാൽ ചോറാവുകയില്ലോ, കഞ്ഞിയാവുകയില്ലോ. ശരി ഇക്കാര്യം അല്ല ഷാജിയും ഈ ആദർശത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. ശരിയാണ്, താങ്കളുടെ നിരീക്ഷണം കൃത്യമാണ്. ഷാബു പ്രസാദ്, ഈ ആദർശത്തിന്റെ കാര്യം മന്ത്രി KM ഷാജിയും പറഞ്ഞിരുന്നു. ഈ ആദർശം പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള നല്ല പദ്ധതികളെ, അതായത് കേന്ദ്രം പണം തരുന്ന പദ്ധതികളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സംസ്ഥാനത്തിനായിരിക്കും ദോഷം. ഇവിടെ കുറേ പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്ന ഒരു പദ്ധതിയാണ് PMAY. ഇതിൽ നിന്ന് പിന്മാറുന്നത് അത് സംസ്ഥാനത്തിന് തന്നെയാണ് നഷ്ടമുണ്ടാകുന്നത്, പാവപ്പെട്ടവർക്കാണ് നഷ്ടമുണ്ടാകാൻ പോകുന്നത്. അതിന് ഞാൻ സമ്മതിക്കുകയില്ല എന്ന്. നല്ല നിലപാടാണല്ലോ. താങ്കൾ പൂർണ്ണ മനസ്സോടെ ഇതിനെ സ്വാഗതം ചെയ്യുകയാണല്ലോ ഉള്ളത്, അല്ലേ? ഞാൻ അതിലേക്ക് വരാം. അപ്പം ഒരു കാര്യമുണ്ട് മഞ്ജുഷേ, ഇവർക്ക് ഈ കോമാളി വേഷം കെട്ടേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? സത്യത്തില് ഈ ലീഗിൻ്റെയും കോൺഗ്രസിലെയും ഒക്കെ നേതാക്കന്മാരടക്കമുള്ളവരോട് വ്യക്തിപരമായിട്ട് സംസാരിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇവർ ഈ പറയുന്ന മാതിരി മോദി വിരുദ്ധരോ സംഘപരിവാർ വിരുദ്ധരോ ഒന്നും അല്ല. പക്ഷേ ഓരോ കാലഘട്ടത്തിലെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ തന്നെ ഒരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത് ഇവിടുത്തെ സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു മോദി വിരുദ്ധത അല്ലെങ്കിൽ ഇങ്ങനത്തെ സംഘപരിവാർ വിരുദ്ധത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത് ഇപ്പം ഇവർക്ക് തന്നെ ഭാരമായി വന്നിട്ട് ഇനി അതിൽ നിന്നും മാറാൻ പറ്റില്ല. അത് പിന്നീട് വന്ന് ഒരു കോമ്പറ്റീഷൻ ഐറ്റമായി മാറി. ഒടുവിൽ ആരാണ് കൂടുതൽ വലിയ മോദി വിരുദ്ധർ, ആരാണ് വലിയ സംഘപരിവാർ വിരുദ്ധർ എന്നുള്ള ആ ഒരു കോമ്പറ്റീഷൻ ഐറ്റത്തിൽ, ഈ കോമ്പറ്റീഷനിൽ ഈ UDF LDF തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് മത്സരത്തിലാണ്. സത്യത്തിൽ ഈ കോമ്പറ്റീഷൻ നടത്തുമ്പം ഇവരുടെ മനസാക്ഷിക്ക് വിരുദ്ധമായിട്ടാണ്. ഇവരോടൊക്കെ വ്യക്തിപരമായിട്ട് എനിക്ക് പലരോട്ടും വ്യക്തിബന്ധങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് സംസാരിച്ചാൽ മനസ്സിലാകുന്ന കാര്യമാണത്. ഇവരുടെ ഈ മോദി വിരുദ്ധത അല്ലെങ്കിൽ കേന്ദ്ര വിരുദ്ധത, സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്നത് ഒരു മുഖം മൂടി മാത്രമാണ്. ബേസിക്കലി ഇവരങ്ങനൊന്നും അല്ല. ഈ ചാനലിലും ഇവിടെ വന്നിരുന്ന് കാണിക്കുന്നതൊക്കെ തന്നെ ഉള്ളൂ. ഇപ്പോൾ ആ ചാമ്പ്യന്മാരിൽ ഇപ്പോൾ ചാമ്പ്യൻ ആരാണെന്ന് ചോദിച്ചാൽ LDF ചാമ്പ്യൻഷിപ്പിൽ മുന്നിട്ട് നിൽക്കുകയാണ്. കാരണം ഇപ്പോൾ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന് പറയാം, ഞങ്ങളുടെ കാലത്ത് ഞങ്ങൾ 2 കത്തയച്ചു, PMAY പദ്ധതിയിൽ ലോഗോ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, പക്ഷേ കേന്ദ്രം അത് സമ്മതിച്ചില്ല. അപ്പോൾ പാവപ്പെട്ടവർക്ക് വീട് കിട്ടുന്നതാണല്ലോ, അതുകൊണ്ട് ഒടുവിൽ അത് സമ്മതിച്ചു എന്ന്. പിന്നെ ഫോട്ടോയൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ല എന്നും പറയുന്നുണ്ട്. പക്ഷെ ഫോട്ടോ വെക്കാൻ കേന്ദ്രം ആവശ്യപ്പെട്ടിരുന്നുമില്ല. ഫോട്ടോ ഒരു ഘട്ടത്തിലും കേന്ദ്രം പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അതല്ല പറഞ്ഞല്ലോ, ഈ ലോഗോ വെക്കുക. ഞാൻ താങ്കളിലേക്ക് വരാം. ശരി ഷാക്കിർ, അതിനുള്ള മറുപടി, നിങ്ങൾ ഈ ചുമ്മാ വെറുതെ മോദി വിരുദ്ധത സംഘപരിവാർ വിരുദ്ധത എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പക്ഷേ അത് നിങ്ങൾക്കത് ചെയ്തേ പറ്റുകയുള്ളൂ. അതൊരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അതാണ് ആ മുഖംമൂടിയാണ് ഇപ്പോൾ PMAYയിലും ഈ PM ശ്രീയിലും അഴിഞ്ഞു വീണിരിക്കുന്നത്. ഒരു ജനാധിപത്യ മര്യാദയുണ്ട് മജുഷേ. ഒരു ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിയിട്ട് കൊക്ക് കുറുക്കനെ തക്കാരത്തിന് വിളിച്ച മാതിരി അവനാൻ ഇഷ്ടമുള്ള പാത്രത്തിൽ മാത്രം വിളമ്പല്ലേ. നിങ്ങൾ എനിക്ക് സമയം തരികയാണെങ്കിൽ ഇപ്പൊ സംസാരിച്ച 2 പേരോടും ഇത് കേൾക്കുന്ന മലയാളം മനസ്സിലാക്കുന്ന മനുഷ്യന്മാരുണ്ടാവില്ലേ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു, മഞ്ജുഷിനുൾപ്പെടെ മറ്റ് 2 പേരെയും. നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് ഞങ്ങൾ നിലപാട് മാറ്റിയെന്ന് പറയുന്നത്? ഞാൻ ചോദിക്കുന്നു, ഈ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ VD സതീശൻ പുതിയ സർക്കാർ വന്നിട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ മനുഷ്യ പറയാൻ നിങ്ങൾ ഇടപെട്ടുകൊള്ളാക്കല്ലേ, എന്നെ പറയാൻ സമ്മതിക്കാതിരിക്കല്ലേ? നിങ്ങൾ സ്ഥിരം അത് ഒരു മര്യാദകേടാണ്. എന്നെ വിളിച്ചു വരുത്തിട്ട് പറയാനുള്ളത് ഇങ്ങോട്ട് ചോദിക്കുന്നതുകൊണ്ടാണ്. ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഉത്തരം പറയാൻ തോന്നിപ്പോകും. താങ്കൾ അത് പറയൂ, പറഞ്ഞിട്ട് ഞാൻ ചോദിക്കാം. താങ്കൾ ഇങ്ങോട്ട് ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കത് ഉത്തരം പറയാൻ തോന്നിപ്പോകും. മറ്റുള്ളവർക്ക് അതുകൊണ്ടാണ്. താങ്കൾ പറയൂ, താങ്കളുടെ ദോഷം പറയൂ. എന്റെ ഒരു പ്രശ്നം എന്താ അറിയോ? അല്ല മഞ്ജുഷേ, ഞാനിങ്ങനെ പറയേണ്ടി വരുന്നത്, നിങ്ങൾ 3 പേരും മുസ്ലിം ലീഗിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറയുമ്പോൾ നിങ്ങൾ അവരുടെയൊക്കെ പേരിന് നേരെ RSS ആയിട്ടുള്ള ഷാബു പ്രസാദിന്റെ നേരെ രാഷ്ട്രീയ നിരീക്ഷകൻ വെച്ചിട്ടുണ്ട്. ഈ നേരത്തെ സംസാരിച്ച ആനന്ദ് കൊച്ചുകുടിയുടെ പേരിൽ നിങ്ങൾ പാർട്ടി തന്നെ വെച്ചത് അവരുടെ വ്യക്തിപരമായി അവർക്ക് പറയാം. എനിക്ക് പറയണമെന്നുണ്ടെങ്കിൽ എന്റെ പാർട്ടിയുടെ നിലപാട് അവർ എടുത്തത് നമ്മൾ മലയാളികൾക്ക് ബോധ്യമുള്ളതാണ്. ആ ബോധ്യമുള്ള പാർട്ടിയുടെ പുതിയ നയപരിപാടികൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അതിന് നേതാക്കന്മാരെ പറയും. നമ്മൾ നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊന്ന് ഓർമ്മപ്പെടുത്താൻ നിങ്ങൾ എനിക്ക് സമയം തന്നാൽ മതി. മഞ്ജുഷെ, PM ശ്രീയിൽ VD സതീശൻ ഗവൺമെന്റ് ഏതെങ്കിലും സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? മന്ത്രിസഭാ ഉപസമിതി വെച്ചിട്ടുണ്ട്, അതിനപ്പുറത്തേക്ക് ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ടോ? അതുപോലെ പ്രധാനമന്ത്രി ആവാസ് യോജന, വീട് നിർമ്മാണം, പാവപ്പെട്ട മനുഷ്യർക്ക് വീട് കൊടുക്കണം. ആ വീട് കൊടുക്കുന്നതിൽ ഐക്യജനാധിപത്യ മുന്നണി ഇപ്പോഴത്തെ സ്റ്റാൻഡ് എന്താണ്, പഴയ സ്റ്റാൻഡ് എന്താണ്? രണ്ടും വിരുദ്ധമാണോ? നിങ്ങൾ എന്തടിസ്ഥാനത്തിൽ പറയുന്നത്?
നിങ്ങൾ മഞ്ജുഷേ ഇതൊക്കെ കാണും. ഇപ്പൊ മഞ്ജുഷ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ കൈകളിലാണ് ഇപ്പൊ ഈ ചർച്ചയുടെ നിയന്ത്രണം എന്ന് കരുതി 1 മണിക്കൂർ എനിക്ക് അവസരം തരാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുതാവിധമായ കാര്യങ്ങൾ പറഞ്ഞാൽ ഇത് കാണുന്ന ആളുകളില്ലേ, അവർ നിങ്ങൾ എന്താ വിലയിരുത്തുക? നിങ്ങൾ എന്താ വിലയിരുത്തുക? ഞാൻ ചോദിച്ചതിന് മറുപടി പറയുന്നത് നിങ്ങൾ കാരണം പറയുന്നു എന്നാണ്. പിന്നെ എന്നോട് ചോദ്യം ഉത്തരം പറയാൻ തോന്നിപ്പോവുകയാണ്. കാരണം എന്റെ ഉത്തരമുണ്ട്. അല്ലല്ല, താങ്കൾ വീണ്ടും ചോദ്യം ചോദിക്കുന്നതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. നിങ്ങളുടെ പഴയ നിലപാട് എന്താണ്? PMAYയിൽ പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജനയിൽ നിങ്ങൾ പ്രതിപക്ഷത്തായിരുന്നപ്പോഴുള്ള നിങ്ങളുടെ നിലപാട് എന്താണ്? ആ നിലപാട് ഒറ്റ കാര്യത്തിൽ പറഞ്ഞാൽ മതി, യെസ് ഓർ നോ പറഞ്ഞാൽ മതി. ഈ മുദ്ര വെക്കുന്നത്, കേന്ദ്ര മുദ്ര വെക്കുന്നത് ഈ വീട് കിട്ടുന്നവരുടെ അഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഒന്നാണ് എന്നായിരുന്നു അല്ലയോ? അങ്ങനെ തന്നെ മാത്രം പറഞ്ഞാൽ മതി. അതോ അത് ഒന്നുമില്ല, ആത്മാഭിമാനത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല എന്നതായിരുന്നു? അത് മറ്റു പാർട്ടികളുമായിട്ട് കൂട്ടിക്കുഴയ്ക്കാതെ നിങ്ങളുടെ മാത്രം നിലപാടായിട്ട് പറയൂ. അത് UDF നിലപാടായിട്ടും വേണമെങ്കിൽ പറയണ്ട. ലീഗിന്റെ നിലപാട് എന്തായിരുന്നു പറഞ്ഞാൽ മതി. അല്ല മഞ്ജുഷ് എന്നൊന്ന് പറയാൻ സമ്മതിക്കും. മഞ്ജുഷ താങ്കൾ ചോദ്യം ചോദിക്കുന്നുണ്ടല്ലേ? നിങ്ങൾ എടുത്തൊരു കാര്യം ഉണ്ടാവും. നിങ്ങൾ തന്ത്രപരമായ ചോദ്യം ചോദിച്ചിട്ട് എന്നെ നിങ്ങൾ തന്ത്രപരമായ ചോദ്യം ചോദിച്ചിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഉത്തരം യെസ് ഓർ നോ എന്ന് ഞാൻ പറയണം. അങ്ങനെ പറഞ്ഞാൽ അത് മനസ്സിലാവില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഐക്യജനാധിപത്യ മുന്നണി പത്രസമ്മേളനം നടത്തി 2025 LDF ഗവൺമെന്റിനോട് പറഞ്ഞിട്ടുണ്ട് 4,95,00,000 മനുഷ്യർക്ക്, കുടുംബങ്ങൾക്ക് വീട് നിർമ്മിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചാൽ നമ്മളുടെ നികുതി പണമാണ്, അല്ലാതെ നരേന്ദ്രമോദിയുടെയോ RSSന്റെ ആസ്ഥാനത്തുള്ള പൈസ അല്ലത്. അത് വാങ്ങണം, പാവപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കണം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കേരളം ഈ രീതിയിൽ കടക്കണിയിലായി നിൽക്കുന്ന സമയത്ത് ഈ പരമാവധി ലൈഫ് മിഷന്റെ കഥ നിങ്ങൾക്ക് അറിയാലോ. 2020 ഉണ്ടാക്കിയിട്ടുള്ള ലിസ്റ്റാണ്. ആ ലിസ്റ്റ് 2029 ഞാൻ പറയട്ടെ. നിങ്ങൾ 2025 വാർത്താ സമ്മേളനം വിളിക്കുമ്പോഴൊക്കെ ആ സമയത്തൊക്കെ ഈ പറയുന്ന ആവാസ് യോജനയുടെ പദ്ധതികൾ ഇവിടെ നടപ്പാക്കി തുടങ്ങിയിരുന്നു. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങണം എന്ന നിലപാട് LDF സർക്കാർ സ്വീകരിച്ചിരുന്നു. അതനുസരിച്ച് അതിൽ സംസ്ഥാന വിഹിതവും ഇട്ടുകൊണ്ട് വീടുകളുടെ പണിയും നടന്നിരുന്നു. അവിടെ തർക്കം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, 2 കാര്യങ്ങൾ. ഒന്ന്, മുദ്ര വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം, പിന്നെ ഫോട്ടോ വെക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം. ഫോട്ടോയുടെ കാര്യം അങ്ങനെ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടിരുന്നുമില്ല. ഈ മുദ്രയുടെ കാര്യം, ഈ പറയുന്ന ലോഗോ PMAYയുടെ, ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, ആ ലോഗോ വെക്കാൻ പറ്റില്ല എന്ന് സംസ്ഥാനം കേന്ദ്രത്തിന് കത്തയച്ചതാണ്. പക്ഷേ കേന്ദ്രം സമ്മതിച്ചില്ല. വീട് ലോഗോ വെക്കുകയും ചെയ്തിരുന്നു. ജോൺ ബ്രിട്ടാസ് MP ഇക്കാര്യം രാജ്യസഭയിലും ഉന്നയിച്ചതാണ്. പക്ഷെ ഇത് ചെയ്തേ പറ്റുള്ളൂ, ചെയ്തു. ആ സമയത്ത് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ കേന്ദ്രത്തിൽ നിന്ന് പണം വാങ്ങിക്കുന്ന കാര്യത്തിലല്ല ഞാൻ പറഞ്ഞത്. ലോഗോ വെക്കുന്നത് ആത്മാഭിമാനം ഇല്ലാതാക്കുന്നതാണ് എന്നായിരുന്നില്ലേ നിങ്ങളുടെ നിലപാട്? അത് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. മഞ്ജുഷിനോട് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ലക്ഷ്യം വെച്ച് ഒരു ചർച്ച സംഘടിപ്പിച്ച് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തൽക്കാലം എനിക്ക് നിന്ന് തരാൻ സൗകര്യമില്ല. ഒന്ന്. മറ്റൊന്ന്, ഈ പ്രേക്ഷകർ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അന്ന് പറഞ്ഞതും ഇന്ന് പറഞ്ഞതും, അന്ന് എടുത്തിട്ട് പ്രതിപക്ഷത്തായിരിക്കുമ്പോൾ സർക്കാരിനെ വിമർശിച്ച കാര്യങ്ങൾ ഞങ്ങളത് വിഴുങ്ങി മറിച്ച് നടപ്പിലാക്കിയ ഏതെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയണം. അണ്ടിമുക്ക് ശാഖ സഖാക്കൾ പറയുന്നത് പോലെ ഇവിടെ അല്ലെങ്കിൽ താങ്കൾ ഇത് പറയൂ ഷാക്കിറെ. നിലപാട് കാരണം പറഞ്ഞു PMAYയിൽ നിങ്ങളുടെ നിലപാട് മുദ്ര വെക്കാൻ പറ്റില്ല എന്നായിരുന്നു. ഞാനത് ഉറപ്പിച്ചു പറയുകയാണ്. താങ്കളുടെ ഈ നിലപാട് കൂടി കേട്ടതോടുകൂടി ഞാൻ ഉറപ്പിച്ചു പറയുന്നു, PMAY പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന കേന്ദ്ര പദ്ധതി, അതിൽ നിങ്ങളുടെ നിലപാട് പ്രതിപക്ഷത്തായിരുന്നപ്പോൾ വീടുകളുടെ മുന്നിൽ ലോഗോ വെക്കാൻ പറ്റില്ല എന്നത് തന്നെയായിരുന്നു. അത് മന്ത്രി KM ഷാജി ഇന്നലെ പറയുകയാണ്, ആ ലോഗോ വെച്ചതുകൊണ്ട് ഒരു കുഴപ്പവുമില്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോയൊന്നും വെക്കാൻ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അന്ന് നിങ്ങളുടെ മറ്റൊരു നിലപാട് ഫോട്ടോയും വെക്കാൻ പറ്റില്ല എന്നായിരുന്നു. പക്ഷേ ഫോട്ടോ വെക്കാൻ കേന്ദ്രം പറഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചു സമൂഹത്തെ, ജനങ്ങളെ. ഫോട്ടോ വെക്കാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല, ഇതിൽ മാറ്റം പറയൂ, നിങ്ങൾ പറയൂ, അങ്ങനെ ഒരു നിലപാട് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഞാൻ പറയാം, ഒരു മിനിറ്റ്, ഒരു അര മിനിറ്റ് തന്നെ ഞാൻ പറഞ്ഞുതരാം. അര മിനിറ്റ്. അതായത് 2023 നവംബർ 4-ാം തീയതി കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അയച്ചിട്ടുള്ള സർക്കുലർ മഞ്ജുഷിന് അയച്ചിട്ടുണ്ട്. അതോടൊപ്പം 2025 പിണറായി വിജയന്റെ സർക്കാർ ഈ പദ്ധതിയിൽ മാള ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള ഈ പ്രധാനമന്ത്രി ആവാസ് യോജന വീടിൽ വെച്ചുള്ള സ്റ്റിക്കറും വെച്ചിട്ടുണ്ട്. ആ 2025 മുസ്ലിം ലീഗ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഈ പാവപ്പെട്ട മനുഷ്യർക്ക് പരമാവധി വീട് വാങ്ങിക്കൊടുക്കണം. അവിടെ നിലപാട് വ്യക്തമല്ലേ? എന്തിനാണ് അവിടെ
നിലപാട് വ്യക്തമല്ലേ? ദയവ് ചെയ്തിട്ട് ലോഗോയുടെ കാര്യത്തിൽ നിലപാട് വ്യക്തമല്ല. നിങ്ങൾ എന്തിനു മടിക്കുന്നു ഷാക്കിറെ? എന്തിനു നിങ്ങൾ മടിക്കുന്നു? ലോഗോ വെക്കുന്നത് കുഴപ്പമില്ല എന്നുള്ള നിലപാട് നിങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ അത് തുറന്നു പറയാൻ നിങ്ങൾ എന്തിനു മടിക്കണം എന്നുള്ളതിന് ഉത്തരം ഞാൻ പറയാം. അന്ന് നിങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. എന്നിട്ട് ഇന്ന് വന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല ലോഗോ വെച്ചാലും കുഴപ്പമില്ല എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നുവെന്ന്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? ലോഗോ വെക്കേണ്ടത് അല്ല, ലോഗോ വെക്കാമെന്ന് വിരുദ്ധമായിട്ട് നിങ്ങൾ കാണിക്കേ. ഇതന്നെ ഞാൻ പറയുന്നില്ലേ? അല്ല, നിങ്ങൾ പറയൂ, ഞാൻ സമ്മതിക്കാം. പത്രസമ്മേളനം നടത്തിയതുകൊണ്ട് നിങ്ങൾ എടുത്തിട്ടുണ്ട്. ഏത് പത്രസമ്മേളനം? ഏതെങ്കിലും ഒരു നേതാവ് അതിന് വിരുദ്ധമായി പറഞ്ഞത് കാണിക്ക്. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ? നിങ്ങൾ ഇങ്ങനെ ഒരു നിങ്ങളത് വാക്കാൽ പറഞ്ഞാൽ മതി, എനിക്ക് വിശ്വാസമാകും ഷാക്കിറെ. ഒരു രേഖയും വേണ്ട എനിക്ക്. താങ്കൾ ഒരു രേഖയും കാണിച്ചു തരണ്ട. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി. PMAY പദ്ധതിയിൽ നിങ്ങളുടെ അന്നത്തെ നിലപാട് ലോഗോ വെക്കാം എന്നുള്ളതായിരുന്നോ, ലോഗോ വെക്കാൻ പാടില്ല എന്നതായിരുന്നോ? വീടുകൾക്ക് മുന്നിലേ അതല്ലേ ഞാൻ പറഞ്ഞത്. ഇനി ഏതെങ്കിലും അതിൽ വ്യക്തത ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോട്ടെ എന്ന് കരുതിയിട്ടാണ്. നിങ്ങൾ കാണിക്ക്. അയച്ചു തന്നിട്ടുള്ള വിഷ്വൽസ് ഉണ്ട്. വിവിധ ചാനലുകളിൽ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാർ എനിക്ക് താങ്കൾ അയച്ചു തന്നിരുന്നത് റിപ്പോർട്ടർ ചാനലുണ്ട്, മീഡിയ പല ചാനലുകളിലും ലീഗ് ഇതാണ് നിലപാട്. വ്യക്തമാകും. നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ? ബേളം വെച്ചിട്ട് കാര്യമില്ല ഷാക്കിറെ, തെറ്റിദ്ധരിപ്പിക്കല്ലേ ഷാക്കിറെ. ഞാൻ എല്ലാം കണ്ടു. അല്ലല്ല, കാണിക്ക്. ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് ഞാൻ അല്ലല്ല നിങ്ങൾ പറഞ്ഞാൽ മതി ഷാക്കിറെ. നിങ്ങൾ ആ നിലപാട് പറയൂ. എനിക്ക് ഇതെല്ലാം കാണിച്ചോണ്ടിരിക്കും. ഞാൻ പറയട്ടെ ഒറ്റ കാര്യം. നിങ്ങൾ അങ്ങനെ പറഞ്ഞു പോകല്ലേ? കൃത്യമായിട്ട് ഞാൻ ചോദിച്ചല്ലോ എന്ന് ഉത്തരം കിട്ടുന്ന അത് പറയാൻ കഴിയില്ല. അതെന്താ? അന്ന് ലോഗോ വെക്കണോ വേണ്ടയോ, ഏതായിരുന്നു നിങ്ങളുടെ നിലപാട് എന്ന് എസ് ഓർ നോ പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ടല്ലോ എസ് ഓർ നോ, എസ് എന്ന് പറയുന്നുണ്ടല്ലോ ലോഗോ വെക്കുന്നതിൽ കുഴപ്പമില്ല എന്ന്. അപ്പോൾ അന്നത്തെ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? എസ് ഓർ നോ? എന്ത് തെറ്റിദ്ധാരണ? അല്ല, ആ ഉത്തരത്തിന് തെറ്റിദ്ധാരണ വരും. എന്ത് തെറ്റിദ്ധാരണ? വിശദീകരിക്കണം. അത് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ പറഞ്ഞത്. അല്ലല്ല, ഒരു കാര്യം കൂടി. ഇന്ന് മഞ്ജുഷെ, നിങ്ങൾക്ക് ഈ രാജ്യത്തെ മനുഷ്യരോട് താല്പര്യമുണ്ടെങ്കിൽ ഈ നിങ്ങളുടെ ചാനൽ തന്നെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടറിയോ? നിങ്ങൾ രാജ്യത്ത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല. ഇന്ന് ലോകത്ത് ക്രൂഡ് ഓയിലിന്റെ വില അതൊക്കെ ശരിയാണ്. നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഇതാണ്. ശരി, എന്തിടപെടാണ് ഷാക്കിറെ? എസ് ഓർ നോ എന്ന് പറഞ്ഞൊരു ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പറയുന്നു അന്ന് ഞങ്ങളുടെ നേതാക്കൾ പറഞ്ഞത് വീട് വെച്ചു കൊടുക്കണം എന്ന് തന്നെയായിരുന്നു. വീട് വെച്ചു കൊടുക്കണം, കേന്ദ്ര പദ്ധതി അംഗീകരിക്കണം എന്ന് തന്നെയാണ് അന്ന് LDF സർക്കാരും എടുത്ത നിലപാട്. അതുകൊണ്ടാണ് വീടുകൾ വെച്ചത്. ഞാൻ ഒറ്റ കാര്യമേ ചോദിച്ചുള്ളൂ. ആവർത്തിച്ച് പറയുന്നു, PMAYയുടെ ലോഗോയുടെ കാര്യത്തിൽ ശരി, ഓക്കെ, PMAYയുടെ ലോഗോയുടെ കാര്യത്തിൽ ഇന്നലെ KM ഷാജി പറഞ്ഞ നിലപാടായിരുന്നോ 2025 അല്ലെങ്കിൽ 2023 24 ഒക്കെ നിങ്ങളുടെ എന്ന് അറിയാനുള്ള ഒറ്റ താല്പര്യത്തിന് പുറത്താണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്നു അന്നത്തെ നിങ്ങളുടെ നിലപാട് ഇതല്ലായിരുന്നു. PMAYയുടെ ലോഗോ വെച്ചാൽ അത് ആ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആത്മാഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നാണ്. ഇതായിരുന്നില്ലേ നിങ്ങളുടെ നിലപാട്? അല്ല എങ്കിൽ നിങ്ങൾ പറയൂ, അത്രേ ഉള്ളൂ. അതിനകത്ത് ഒരു നേതാവിന്റെയും ഒരു ബൈറ്റിന്റെയും ആവശ്യം എനിക്കില്ല. എന്തിനാണ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നത്? അതിൽ യെസ് ഓർ നോ എന്ന് പറയാവുന്ന ചോദ്യമാണത്. അതൊന്ന് കൂടുതൽ വ്യക്തമാവും മഞ്ജുഷേ. അല്ല, അതില് ഇത് നിങ്ങൾ വാക്കാൽ പറയുന്നതല്ലേ? അവിടെ കൃത്യമായി വിഷ്വൽ ഉൾപ്പെടെ ഉണ്ട്. നിങ്ങളടുത്തൊക്കെ ഉണ്ട്. കാണിച്ചോളൂ. ഞാൻ എന്തിനാരോ ഇത് കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കണ്ടല്ലോ, സത്യസന്ധമായി കാര്യങ്ങൾ മനസ്സിലാക്കല്ലോ. ഇപ്പൊ ഇവിടെ നമ്മുടെ ബഹുമാന്യ ഷാബു പ്രസാദ്, നിങ്ങള് മറ്റ് ആനന്ദ് കൊച്ചുകൂടി ഒക്കെ പറയുന്നത് ഇത് ഒന്ന് കണ്ടാൽ, ഈ വിഷ്വൽസ് ഒക്കെ കണ്ടാൽ ഞങ്ങളുടെ നിലപാട് എന്തായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഷാജിയുടെ പ്രസംഗവും മറ്റുമൊക്കെ എടുത്ത് ഉദ്ധരിക്കുകയാണ്. നിങ്ങൾ ശരിയായി അത് അന്നത്തെ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ അന്നും ഇന്നും ലീഗിന് ഒരേ സ്റ്റാൻഡാണ്. ഇനി UDF സർക്കാർ പോകട്ടെ. ആനന്ദ് കൊച്ചുകൂടി താങ്കളെ കുറിച്ചും ഷാക്കിർ പറഞ്ഞു. അതായത് നിലപാട് മാറ്റം എന്ന് പറയരുത്, പറ്റില്ല. ഇത്രയും നേരം താങ്കൾക്ക് അവസരം തന്നു. ആനന്ദ് കൊച്ചുകൂടി നിലപാട് മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലീഗിന് അത് ഇഷ്ടപ്പെടുകയില്ല. ഞങ്ങൾ നിലപാട് മാറാത്ത പാർട്ടിയാണെന്ന് എന്തിനാണ് ഇങ്ങനെ സാധൂകരിക്കാൻ ശ്രമിക്കുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? ആനന്ദ് കൊച്ചുകൂടി അല്ല, ഈ നിലപാടാണല്ലോ മാറ്റാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ VD സതീശൻ പോലും അങ്ങനെ അവകാശപ്പെടുന്നില്ല. അപ്പോൾ പിന്നെ ലീഗ് എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നത്? ഇപ്പോൾ സതീശൻ്റെ കാര്യം എടുത്താൽ അദ്ദേഹം ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് ഞാൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ അദ്ദേഹം ഉണ്ടാക്കിയത്. അതിന് അദ്ദേഹം ഈ ജമാഅത്തെ ഇസ്ലാമിയെയും ലീഗിനെ പോലും എന്താ പറയുക, മറ്റു കോൺഗ്രസ് നേതാക്കൾ
ചാക്കിടുന്നതിനേക്കാൾ കൂടുതൽ, അതിപ്പോൾ ചാക്കിടുക എന്ന് പറയുന്നത് ഒരു തെറ്റായ വാക്കാണ്, എങ്കിലും അവരെ പ്രീണിപ്പിക്കുക, ഉമ്മൻചാണ്ടിയൊക്കെ ചെയ്തതുപോലെ, അല്ലെങ്കിൽ അതിനു മുൻപ് ഈ ലീഗുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായി ഉണ്ടാക്കുകയും ഈ സമസ്തയിലെ ഷജറ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ഒതുക്കി തീർക്കാൻ സതീശൻ സ്വയം ഇടപെട്ട് ലീഗിന്റെ തന്നെ ഒരു പ്രീതി പിടിച്ചു പറ്റിയൊക്കെ ചെയ്ത ചരിത്രം നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ സതീശൻ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റായി മാറി എന്ന രീതിയിൽ ഇവിടെ കേരളത്തിലെ പഴയ ഇടത് ബുദ്ധിജീവികൾ ഉൾപ്പെടെ പ്രചരണം നടത്തിയിട്ടാണ് ഇവിടെ 101 സീറ്റുമായിട്ട് UDF വരുന്നത്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? സതീശൻ നേരെ കയറിയിട്ട് യു-ടേൺ അടിക്കുന്നു. ഇപ്പോൾ സതീശന് യു-ടേൺ അടിക്കാം, താനൊരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് അല്ല എന്ന് ഒരു മാസത്തിനുള്ളിൽ തെളിയിക്കാം. അദ്ദേഹം നെഹ്റുവിയൻ ആണോ എന്നുള്ളത് ഞാൻ പറയും ദി ജൂറി ഈസ് സ്റ്റിൽ ഔട്ട്. അത് അദ്ദേഹം തെളിയിക്കേണ്ടതാണ്, കാലം തെളിയിക്കട്ടെ. അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് അല്ല എന്നുള്ളത് എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു. അദ്ദേഹം സോഷ്യലിസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിച്ച ആൾക്കാർ അയ്യേ നിങ്ങൾ മണ്ടന്മാരായി എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഈ സതീശനാവട്ടെ, കോൺഗ്രസ്സുകാർ ആരും, ഈ സുധീരൻ ഒഴിച്ച്, ഈ കാലഹരണപ്പെട്ട ഡൈനോസർ ആയിട്ടുള്ള സുധീരൻ ഒഴിച്ച്, VM സുധീരൻ ഒഴിച്ച് ആരും ഇപ്പോൾ സോഷ്യലിസ്റ്റുകൾ കോൺഗ്രസ്സിൽ അവശേഷിക്കുന്നില്ല. ഈ കേരളത്തിലെ സോഷ്യലിസ്റ്റ്, ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ് ആരായിരുന്നു? മഞ്ജുഷൊക്കെ ജോലി ചെയ്തിട്ടുള്ള മാതൃഭൂമിയുടെ മുതലാളിയായിട്ടുള്ള എം പി വീരേന്ദ്രകുമാറായിരുന്നു ഏറ്റവും വലിയ മുതലാളിയായിരുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ സോഷ്യലിസ്റ്റ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനെയുള്ള പല തമാശകളും നടന്നിട്ടുണ്ട്. ഈ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് അവകാശപ്പെട്ട് മുഖ്യമന്ത്രിയായി വന്നിട്ട് ഒരു മാസത്തിനുള്ളിൽ താൻ PM ശ്രീ നടപ്പാക്കും, കാരണം അത് ഒപ്പിട്ടത് LDF ആണ് എന്ന് പറഞ്ഞ് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സതീശൻ, അതിൻ്റെ കൂടെ വളരെ മുന്നണി മര്യാദകൾ കൃത്യമായി പാലിച്ചുകൊണ്ട് കൂടെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ലീഗ്. ഞാൻ ഷാക്കിർ പറയുന്നതിനെ ഒന്നും എതിർക്കുന്നില്ല, കാരണം ഞാൻ ശരിക്കും ഇതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം ഇതാണ് ചെയ്യേണ്ടത്. കാരണം പൈസ ഇല്ലാതെ ഇവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഇവിടെ സ്ത്രീകൾക്ക് എല്ലാവർക്കും 3000 രൂപ പെൻഷൻ കൊടുക്കാൻ ഈ സർക്കാരിന് ഈ മാസം കൊടുക്കാൻ പറ്റാത്തത്? മഞ്ജുഷിന് അറിയാമോ? കാരണം സർക്കാരിന്റെ കയ്യിൽ പണമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ സതീശൻ ഈ മാസം 3000 രൂപ പെൻഷൻ കൊടുക്കില്ലായിരുന്നു എന്ന് വിചാരിച്ചിട്ടുണ്ടോ? ഇന്ന് സതീശൻ പറയുന്നുണ്ടായിരുന്നു നിയമസഭയിൽ അതിനെക്കുറിച്ച്, അതായത് 20 മാസം ഭരിച്ച LDFന്റെ നയത്തെക്കുറിച്ച്. ഇവിടെ ഈ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്ന കിഫ്ബി പോലെ ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ട് ഐസക്കും ബാലഗോപാലും കൂടി പലതരത്തിലുള്ള തെരിമറി, ഇവിടെ ചീഫ് മിനിസ്റ്റേഴ്സ് റിലീഫ് ഫണ്ട് ഉൾപ്പെടെ ഈ ഇതുപോലെയുള്ള തെരിമറിക്ക് ഉപയോഗിച്ച് ഈ പണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി, ട്രഷറിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ജനങ്ങളെയും കേന്ദ്ര സർക്കാരിനെയും ഇവിടുത്തെ മാധ്യമങ്ങളെ ഉൾപ്പെടെ പറ്റിച്ച LDF സർക്കാർ ഒന്ന് ഇറങ്ങിപ്പോയിട്ടേ ഉള്ളൂ. 17 മാസത്തെ കുടിശ്ശിക ഇപ്പോഴും സതീശനുണ്ട്. സതീശനെങ്കിലും 3000 രൂപ പെൻഷൻ കൊടുക്കണമെന്ന് ഇവരുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനം നിറവേറ്റണമെന്നുണ്ട്, അതുപോലും പറ്റുന്നില്ല. അപ്പോഴാണ് ഇയാൾ നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണെന്നല്ലേ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഈ ആലുവയിലൊക്കെയുള്ള ജമാഅത്തെ ഇസ്ലാമിക്കാർ പുറകെ കൂടുന്നത്. നമ്മളിപ്പോ നമുക്ക് ഈ ഇത്തരം ചർച്ചകൾ എനിക്ക് തോന്നുന്നു ഭാവിയിൽ കുറച്ച് നാളത്തേക്കെങ്കിലും ഇത്രയും ചർച്ചകൾ നമുക്ക് ഒഴിവാക്കാമെന്ന് തോന്നുന്നു. കാരണം നിലപാടുകൾ മാറ്റേണ്ടി വരും. ആ നിലപാട് മാറ്റം കേരളത്തിന് അനുകൂലമായ ഒരു മാറ്റമാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. ശ്രീ ഷാബു പ്രസാദ്, അങ്ങനെ ചിന്തിക്കുന്നതല്ലേ നല്ലത്? പക്ഷെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവരാരും ഞങ്ങൾ നിലപാട് മാറ്റിയെന്ന് പറയില്ല, അത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇവർക്കെതിരെയുള്ള പരിഹാസങ്ങൾ കൂടും. അത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ കൂടുതൽ ശക്തമായ നിലപാടെടുക്കാനും സാധിക്കും. ഇല്ല, ഇത് ഈ പരിഹാസ്യ കഥാപാത്രങ്ങളാവുക, കോമാളികളാവുക എന്നുള്ളതൊന്നും ഇവരെ സംബന്ധിച്ചോളം വലിയ പുത്തരിയൊന്നും അല്ല. കാര്യം ഈ ഉളുപ്പും നാണവും ഒക്കെ എടുത്ത് അട്ടത്ത് വെച്ചിട്ടാണ് ഇവർ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങുന്നത്. കുറച്ചു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളും മാധ്യമങ്ങളും ഇതൊക്കെ മറക്കുമെന്നും അറിയാം. അതൊക്കെ കണ്ടോണ്ടുള്ള കളിയാണ് ഇതെല്ലാം. ഇത് ഇത്രയേ ഉള്ളൂ മഞ്ജുഷ. ഇതിൻ്റെ അകത്ത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവരുടെ ഈ സംഘപരിവാർ വിരുദ്ധത, മോദി വിരുദ്ധത എന്നൊക്കെ പറയുന്നത് വെറും മുഖം മൂടിയും കാപട്യവുമാണ്. ഇവർ തന്നെ ഉണ്ടാക്കി വെച്ച നറേറ്റീവിൻ്റെ അടിമകളായി പോയിട്ട് ഇനി അതിൽ നിന്ന് രക്ഷപ്പെടാൻ വയ്യാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മോദിയെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കുക, RSSനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഇവർ ഇവിടുത്തെ ഈ നാട്ടിലെ കുറേ പാവപ്പെട്ട മുസ്ലിങ്ങളെ പറ്റിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സമൂഹത്തിനെ മുഴുവനും ഈ ലീഗ് അടക്കമുള്ള ഒരു പറ്റിച്ചിട്ടുണ്ട്. മോദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരനാണ്, ഇപ്പോൾ വന്ന് എല്ലാവരെയും കൂടെ പൊതിഞ്ഞു കെട്ടി നാട് കടത്തും, പൗരത്വം ഇല്ലാതാക്കും, ഇങ്ങനൊക്കെ പറഞ്ഞ് ഒരു സമൂഹത്തിനെ മുഴുവനും ഭീതിയിലാഴ്ത്തി ആ ഒരു ഭീതി വ്യാപാരത്തിൻ്റെ അകത്ത് നിലനിന്ന് പോകുന്ന കൂട്ടരാണ് ഇവർക്ക്. അതുകൊണ്ട് അവർക്ക് ആ ഭീതി വ്യാപാരം തുടർന്നേ പറ്റുള്ളൂ. പക്ഷെ ബേസിക്കലി ഇവർക്കറിയാം, ഈ പറഞ്ഞ കുഞ്ഞാലിക്കുട്ടിക്കും ഈ പറഞ്ഞ KM ഷാജിക്കും ഇവരൊന്നും ബേസിക്കലി ഈ പറഞ്ഞ പോലെ മോദി വിരുദ്ധ ഇതൊന്നുമില്ല. ഇത് CPMന്റെ അവസ്ഥ ഇത് തന്നെയാണ്. ഈ വലിയ കേന്ദ്ര വിരുദ്ധത പറയും. എന്നിട്ടെന്താ, നിതിൻ ഗഡ്കരി ഇവിടെ കേരളത്തിൽ വന്നപ്പം
ക്ലിഫ് ഹൗസിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കും. ഇതൊന്നും മോശമാണെന്നല്ല പറഞ്ഞു, ഇതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണത്. പക്ഷേ ഇവരുടെ ഈ സംഘപരിവാർ വിരുദ്ധത എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാപഢ്യമാണ്. ഇവർക്കൊരു സംഘപരിവാർ വിരുദ്ധതയുമില്ല. സത്യം പറഞ്ഞാൽ പേഴ്സണലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പേരോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്, നിങ്ങളുടെ ഈ ക്യാപ്ഷൻ കറക്റ്റാണ്, ഇവരൊക്കെ മോദി ഭക്തർ തന്നെ. ശരി, ഷാക്കിറിന്റെ മറുപടി. പക്ഷേ ഷാക്കിർ സമ്മതിക്കില്ല അത് കേട്ടോ. ഷാക്കിർ പബ്ലിക്കായിട്ട് സമ്മതിക്കാൻ പറ്റില്ല. കാര്യം ഇവർ തന്നെ ഉണ്ടാക്കി വെച്ച നറേറ്റീവിന്റെ അടിമകളാണ് ഇവര്. പിന്നെ ഒരു കാര്യം കൂടി, ഈ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഈ പദ്ധതികളിലെല്ലാം വെക്കണം എന്നുള്ള നറേറ്റീവിന് മാറ്റമുണ്ടായിട്ടുണ്ട് കേട്ടോ. നേരത്തെ PM ശ്രീയിലും അത് വേണമെന്നായിരുന്നു നിങ്ങൾ പ്രചരിപ്പിച്ചിരുന്നത്, പക്ഷെ അത് ഇല്ല എന്നിപ്പോൾ വ്യക്തമായിട്ടുണ്ട്. PMAVയിലും അങ്ങനെയായിരുന്നു. ശരി, എന്റെ വായ കയറി ഇരിക്കല് ഞാനത് പറയട്ടെ പ്ലീസ്. അതായത് നിങ്ങൾ തന്നെ ഒരു വിഷയം പറയാ, നിങ്ങൾ തന്നെ മാറ്റി പറയാം. ഫോട്ടോ വെക്കാൻ പറഞ്ഞു എന്ന് പറയാം, വെച്ചിട്ടില്ല എന്ന് പറയാം. അതുകൊണ്ട് ഫോട്ടോ വെക്കാൻ നിങ്ങൾ പ്രചരിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്ത്യ രാജ്യത്തെ ഒരു സംസ്ഥാനമാണ് കേരളം. അല്ല പറയട്ടെ, ഞങ്ങൾ പറയാത്തത് ഞങ്ങളുടെ പേരിൽ നിങ്ങൾ എന്തിനാ അടിച്ചേൽപ്പിക്കുന്നത്? അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. ഞാൻ പറയട്ടെ, ഇപ്പോ നമ്മളെ ഈ ഷാബു പ്രസാദ്, അദ്ദേഹത്തിന്റെ നിലപാട് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറയൂ. പിന്നെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെക്കുറിച്ച്, അതിന്റെ നിലപാടുകളെ കുറിച്ച്, ഞങ്ങളുടെ നേതാക്കന്മാരുടെ ശൈലിയെക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാം. ഞങ്ങൾ ചില സമയത്ത് RSSകാർ പറയും ഞങ്ങൾ പിന്നെ ഇസ്ലാമിക തീവ്രവാദികളാണ്. ഇപ്പുറത്ത് SDPക്കാരെ പോലെയുള്ള ആളുകൾ പറയും ഞങ്ങൾ സംഘപരിവാര അനുകൂലികൾ. ഞങ്ങൾ എക്കാലവും മിതവാദ ലൈൻ സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് കേരളീയ സമൂഹത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്പേസ് ഉള്ളത്. ഞങ്ങൾ തീവ്രവാദത്തിനോ പിന്നെ മതവർഗീയതക്കോ ഒരു കാര്യത്തിലും കൂട്ടുപിടിച്ചിട്ടില്ല. RSSനെയും ഈ പിന്നെ ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ എതിർക്കുന്നവരാ. കേൾക്കെ പറയട്ടെ, അത് നരേന്ദ്രമോദി RSSന്റെ നോമിനിയായി പ്രധാനമന്ത്രിയായി എന്നുള്ളത് കൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ എല്ലാ പദ്ധതികളെയും തള്ളിപ്പറയണോ? അത് ശരിയാണോ? നിങ്ങൾ RSSന് RSS ആയും പ്രധാനമന്ത്രിയെ പ്രധാനമന്ത്രിയായും കാണുന്നു. സംഘപരിവാർ വിരുദ്ധതയുണ്ട്. കാരണം സംഘപരിവാർ എന്ന സംഘടന ഈ രാജ്യത്തുണ്ടാക്കിയിട്ടുള്ള നഷ്ടങ്ങൾ ചെറുതല്ല. ഞാൻ ആവർത്തിച്ച് പറയുന്നു, പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, അവർ രാജ്യദ്രോഹികളാണ്. അവർ ഭാരതപുത്രന്മാർക്കെതിരാണ്. ഇന്നും 50 രൂപക്ക് കൊടുക്കേണ്ട പെട്രോൾ 113 രൂപക്ക് കൊടുക്കുന്ന ആളുകളാണ്. അത് കൂടുതൽ ഹൈന്ദവ മതവിശ്വാസികളെയാണ് ദുരിതത്തിലേക്ക് തള്ളിവിടുന്നത്. എന്നിട്ട് അവരാണ് നമുക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്. ഇല്ലാത്ത വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ചയാക്കി എന്തിനാ മഞ്ജുഷേ നമ്മുടെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തുന്നത്? ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളില്ലേ, അത് പോസിറ്റീവായി ചർച്ച ചെയ്തൂടെ? വിമർശനങ്ങൾ ഉന്നയിച്ചൂടെ? സർക്കാരിനെ തിരുത്തേണ്ടതിന് തിരുത്തിക്കൂടെ? അഭിനന്ദിക്കേണ്ടത് അഭിനന്ദിച്ചൂടെ? നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇത്തരം എന്താ പറയാ ഇല്ലാ കഥകൾ ഉണ്ടാക്കി അത് പെരുപ്പിച്ച് കാണിച്ച് ഭരണത്തിന്റെ മികവിനെ ഇകഴ്ത്താമെന്ന് നിങ്ങൾ നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. 3 പേർക്ക് നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: PMAY പദ്ധതിയിൽ ലോഗോ ആകാമെന്ന് മന്ത്രി KM ഷാജി, നിലപാട് മാറ്റമോ? അതേ എന്ന് 77% പ്രേക്ഷകർ, അല്ല എന്ന് 18%. വേണ്ടി പറ്റി അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.